Hello everyone and welcome back to another class on CMA Foundation. Last classes we had understood the basics of accounting and the subject, and also the basic foundation as to how to do a journal entry, ledger preparation, trial balance and various miscellaneous topics. So almost basics well prepared and to go into the next step, which is preparing the financial statements. So that is what we are going to take up today. Financial statement നിങ്ങളുടെ module 2 ലുള്ളതാണ് CA. Yeah. So just to go to financial statement, I'm just going to quickly take up the definition we took in the first class again. Yeah, accounting is the art of recording, classifying, summarizing, interpreting, analyzing and communicating there. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞതാണ് recording, classifying, summarizing ആണ്, preparing journal entries, ledger and trial balance എന്ന് പറയുന്ന stage. അവിടം വരെയാണ് we had discussed in detail, and then along with it certain important points. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസ് വരെ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം ചെയ്താലും the ultimate goal of keeping accounts of a business is to know whether the business is performing well or not. Ultimately, we want to know whether the business is a profit-making business or a loss-making business. So, എത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അക്കൗണ്ട് എഴുതുകയും ലെഡ്ജർ വരയ്ക്കുകയും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്താലും if we do not go into the next step, which is finding out the profit or loss and also the financial position of the business, whatever we have done till now just becomes worthless. കാരണം ലെഡ്ജറിൻ്റെ കാര്യമാണെങ്കിലും ജേർണൽസിൻ്റെ കാര്യമാണെങ്കിലും ട്രയൽ ബാലൻസ് ഫോർ ദാറ്റ് മാറ്റർ ആണെങ്കിലും എടുത്തു നോക്കിയാൽ വി ഹാവ് പല ലെഡ്ജേഴ്സിൻ്റെയും പല പേജസിലായിട്ട് ഡീറ്റെയിൽസ് കണ്ടെന്നിരിക്കാം. പക്ഷെ അതൊന്നും ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ നമ്മൾക്ക് ബിസിനസ് ലാഭകരമാണോ നഷ്ടമാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ട്രയൽ ബാലൻസ് നോക്കിയാൽ പോലും ഓക്കെ ഇത്ര സെയിൽസ് നടന്നു, ഇത്ര പർച്ചേസ് നടന്നു, അല്ലെങ്കിൽ ഇത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, ഇത്ര ഡെറ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ അറിയാമെങ്കിലും we do not know at one glance what is the companies or business profit making capacity or profit making ability എന്താണെന്ന്. അതെല്ലാം അറിയണമെങ്കിൽ you need a statement or you need a particular place wherein it is evidently shown, and at one glance you can easily find out whether it's a profit making or loss making entity. അപ്പം സാധാരണ ഒരാൾക്കും അധികം അക്കൗണ്ട്സിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റും ലോസും എന്നൊക്കെ എഴുതിയിരിക്കുന്ന കുറച്ച് വാക്കുകൾ വായിച്ചാലെങ്കിലും ഒരു ധാരണ കിട്ടും അല്ലേ, അല്ലെങ്കിൽ കുറച്ചേ അക്കൗണ്ട്സ് അറിയുള്ളൂ. അങ്ങനെ ഒരാൾക്കാണെങ്കിൽ പോലും ആ ബിസിനസ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കാൻ അൾട്ടിമേറ്റ്ലി അങ്ങനെയെല്ലാം കൺസൈസ് ചെയ്ത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് കാണിക്കുന്ന പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കൺസൈസ് സ്റ്റേറ്റ്മെൻറ്റ് വേണം, വിച്ച് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ നെക്സ്റ്റ്. Yeah, for that we are going to learn two separate chapter. Financial statements of ഞാൻ short form എഴുതുന്നേ ഉള്ളൂ, financial statements of non-manufacturing entities. Now, why is that given as the heading? Because you will also learn a very small portion which is exclusively there as part of financial statement of manufacturing entities. Yeah. പക്ഷേ majority of the time you end up preparing or following the preparation model of a non-manufacturing entities ആണ് പൊതുവെ നമ്മൾ ചെയ്യാറ്, അല്ലെങ്കിൽ പൊതുവെ നമ്മൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം ഫൗണ്ടേഷൻ ലെവലിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞ് ഇൻ്ററിലേക്ക് പോയാലും ഇപ്പം മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ് നമ്മൾ പഠിക്കുന്ന ആ ഒരു സെപ്പറേറ്റ് ചെറിയ കോൺസെപ്റ്റ് വി ഡു നോട്ട് ഫൈൻഡ് ഇറ്റ് ഇൻ ഇൻ്റർ ലെവൽ മച്ച്. സോ അതുകൊണ്ടാണ് നോൺ മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ് ആണ് കൂടുതൽ കാണുന്നതെന്നും പറഞ്ഞത്. ആൻഡ് അതുകൊണ്ട് തന്നെ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദാറ്റ് ബിക്കോസ് ഈ രണ്ട് ടോപ്പിക്കിലും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. കോമൺ അല്ലാത്ത ഒരു ചെറിയ പോർഷൻ ഇസ് ഓൺലി ഇൻ ദിസ് ചാപ്റ്റർ വിച്ച് വി വിൽ ടേക്ക് അപ്പ് നെക്സ്റ്റ്.
that is nothing much to worry, a very little portion. So we are starting with financial statement of non-manufacturing entities. So as the name suggests, we are talking about certain entities which are not into manufacturing but are still in the business of doing something. അല്ലെ, എന്തെങ്കിലും ഒരു സാധനം കച്ചവടം ചെയ്യുന്നതിൻ്റെ ആ ബിസിനസ്സിൽ അവരുണ്ട്, പക്ഷെ അതവർ മാനുഫാക്ചർ ചെയ്യുന്നവരാണോ, അതായത് ഉണ്ടാക്കുന്നവരാണോ അല്ല. സോ വിച്ച് മീൻസ് they will be generally trading entities. അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ല, വേറെ ആരെങ്കിലുമൊക്കെ മാനുഫാക്ചർ ചെയ്ത സാധനം വാങ്ങിച്ചിട്ട് മറച്ചു വെക്കുന്നവരാണ്. സോ അങ്ങനെയുള്ള ട്രേഡിംഗ് എൻറ്റിറ്റീസിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് ഏറ്റവും ആദ്യത്തെ 2 ക്ലാസ്സസിൽ പറഞ്ഞതാണ്. ബട്ട് അഗൈൻ വി ആർ ഗോയിങ് ടു ഗോ ബാക്ക്. വി ഹാവ് 2 മേജർ സ്റ്റേറ്റ്മെൻറ്റ്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിനെ നമ്മൾ ഒരുമിച്ചാണ് പ്രസൻറ്റ് ചെയ്യുന്നതും ഒന്നിൻ്റെ എക്സ്റ്റൻഷനായിട്ട് അടുത്തത് എഴുതുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടെ ഞാൻ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിച്ചതേ ഉള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ബാലൻസ് ഷീറ്റ്. So these are the 2 financial statement in the contents which are being prepared for a non-manufacturing entities based on the previous work that you had done till now of bookkeeping. ഇനി ഇത് തന്നെയാണ് മാനുഫാക്ചറിങ് എൻറ്റിറ്റീസും പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു അഡീഷണൽ അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഉണ്ടെന്നേ ഉള്ളൂ, വിച്ച് ആ പോർഷൻ മാത്രം നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ട്രേഡിംഗ് ആൻഡ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് ഇസ് കോമൺ ഫോർ ബോത്ത് നോൺ മാനുഫാക്ചറിങ് ആൻഡ് മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ്. സോ ലെറ്റ് us start with trading and profit and loss account. Trading and profit and loss account, in the brief discussion we had in prior days, we had already said that this is a statement which is going to help us find out the profit or loss of a business that is being run. And ആ ഒരു ലാഭം അല്ലെങ്കിൽ നഷ്ടം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെയിലി അല്ല. പൊതുവെ ഡെയിലി we might be able to find out, but that is going to be a very tedious work and that is not going to give us a very good presentation. ഇന്ന് ചിലപ്പോൾ ലാഭത്തിലായിരിക്കും, നാളെ നഷ്ടത്തിലായിരിക്കും. അപ്പം നമ്മൾ സാധാരണ കണക്കുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡ് ആണ്. അത് 12 മാസമായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. and generally that is adopted as 1st April to 31st March. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോമ്പണൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു വർഷത്തേക്കാണ്. സോ ഇറ്റ് ഇസ് given the heading Trading and Profit and Loss Account for the period ending 31st March ആണ് പൊതുവെ, അതുകൊണ്ട് ഞാൻ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് എഴുതുകയാണ് 31st March 2020. സോ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇറ്റ് ഈസ് ടിൽ ദ പീരിയഡ് എൻഡിങ് 31st March. അപ്പോൾ എപ്പോഴും നമ്മൾ കണക്കുകൾ എഴുതുന്നത് 12 മാസത്തെ ആണെന്ന് പൊതുവെ നമ്മൾക്ക് അറിയാവുന്ന ഒരു അക്കൗണ്ടിങ് ബേസിക്സിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ 12 മാസത്തെ കണക്കാണ് എഴുതുന്നത്. പീരിയഡ് എൻഡ് ചെയ്യുന്നത് 31 മാർച്ചിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിൽ ഇംപ്ലൈ ദാറ്റ് വി ആർ ട്രൈങ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഫ്രം 1st April 2019 to 31st March 2020. ആ ഗ്യാപ്പാണ് 12 മാസം. So trading and profit and loss account is not just a statement which is going to give you information about one single day. No. All those transactions that happened over this 12 months period is collectively put into this statement called trading and profit and loss. അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഓരോ ഐറ്റവും അല്ലെങ്കിൽ ഓരോ റിസൾട്ടൻറ്റ് ഫിഗറും ഈ 12 മാസം കച്ചവടം ചെയ്ത് വന്നിട്ടുള്ള ഒരു ഫിഗറാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇനി നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ പണ്ട് പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ, ദാറ്റ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ആസ് ടു ഹൗ മച്ച് അസറ്റ്സ് ഇറ്റ്സ് ഹോൾഡ്, how much liability still has to repay, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംഗിൾ ഡേയിൽ എൻ്റെ അസറ്റ് എത്രയാണ്, എൻ്റെ ലയബിലിറ്റി എത്രയാണ് എന്ന് പറയുന്നത്, അല്ലാതെ ഒരു വർഷം മുഴുവനായിട്ടും അല്ല. കാരണം അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും.
ഇല്ലേ? ഇന്നിപ്പോൾ എനിക്ക് 1,00,000 രൂപയുടെ കടം ഉണ്ടെന്ന് വെക്കാം. ഓൺ 1st November 2020. നവംബർ 2 ഞാൻ അതിൽ 20,000 പേ ഓഫ് ചെയ്താൽ പിന്നെ എൻ്റെ ലയബിലിറ്റി എത്രയേ ഉള്ളൂ? 80,000 ഉള്ളൂ. അപ്പം ഡെയിലി ട്രാൻസാക്ഷൻസ് വരുന്ന അനുസരിച്ച് എന്നിലുള്ള മാറ്റങ്ങൾ, എൻ്റെ ബിസിനസ്സിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ഫൈനാൻഷ്യൽ പൊസിഷൻ ഏത് ദിവസത്തെ കാണിക്കും? എല്ലാ ദിവസവും ഫൈനാൻഷ്യൽ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഫൈനാൻഷ്യൽ പൊസിഷൻ? അസറ്റ് ആൻഡ് ലയബിലിറ്റി ഒക്കെ എത്രയുണ്ടെന്ന് നമ്മൾ പറയുകയാണ്. അത് ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ is it worth? No. Ultimately, you want to know after doing business for 1 year, what is the position at the end date. So therefore, balance sheet is always prepared for that end day. അതൊരു സിംഗിൾ ഡേയിലെ സിംഗിൾ പോയിന്റ് ഓഫ് ടൈമിലെ ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ആസ് അറ്റ് അല്ലെങ്കിൽ ആസ് ഓൺ 31st March 2020. So these are the first major differences among these two statements. ആദ്യത്തേത് ഒരു വർഷം മുഴുവനായിട്ടും നമ്മൾ ചെയ്ത കച്ചവടത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ പർച്ചേസ് നമ്മൾ 12 മാസം കൊണ്ട് 12 ലക്ഷം നടത്തിയെങ്കിൽ ഓരോ വർഷവും ഓരോ മാസവും 1 ലക്ഷം. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന പർച്ചേസ് 12 ലക്ഷമായിരിക്കും. പക്ഷെ ബാലൻസ് ഷീറ്റിലോ ഈ പർച്ചേസ് 12 ലക്ഷം ഒരു വർഷം കൊണ്ട് നടത്തിയപ്പോൾ അവസാനത്തെ ദിവസം ക്ലോസ് ചെയ്യുന്ന അന്ന് ഇനിയും എത്ര ഞാൻ കാശ് ആ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്, ആരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ പർച്ചേസ് ചെയ്തതെന്ന്, ആ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നത്. സോ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പോകുന്ന ഓരോ ഐറ്റവും ഇറ്റ് വിൽ ബി ദ റിസൾട്ടന്റ് ഫിഗർ ഓഫ് many transactions that happened from past 12 months. ആ 12 months ആ ട്രാൻസാക്ഷൻ എല്ലാം നടന്നത് വഴി അവസാനത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുന്ന ആ സ്റ്റാൻഡാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. So these are the first two major things that you will have to know. First statement is for 12 months ആ പീരീഡ് മുഴുവനും കവർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ബാലൻസ് ഷീറ്റ്. ഒരൊറ്റ ദിവസത്തെ പൊസിഷൻ എന്താണ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് is also collectively known as income statement because ultimately you are going to present the profit or loss making situation of every business. So അതിനെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. ബാലൻസ് ഷീറ്റിനെ ഫൈനാൻഷ്യൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന്. ഇനിയിപ്പോൾ ഇതിന്റെ ഹെഡിങ്ങും എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്നതും അല്ലെങ്കിൽ എന്നത്തെ ദിവസത്തെയാണ് ഇൻ കണ്ടന്റ് വരാൻ പോകുന്നതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ലെറ്റ് us now try to understand what are the things that are going to get reflected in each of these statements. അപ്പോൾ നമ്മൾ വീണ്ടും we are going back to the basics. When a business is started and you start maintaining books of all those transactions, you start with something called journal. ജേണലിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേജായ ലെഡ്ജറിലേക്ക് പോകും. ഈ ജേണൽ ഉദ്ദേശിക്കുന്നത് ഈ സബ്സിഡിയറി ബുക്കും ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. അത് കഴിഞ്ഞ് ലെഡ്ജറിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് പോയത്? ട്രയൽ ബാലൻസ്. Now after trial balance you then move on to the trading account and profit and loss account. Trading and P&L account. And after preparing trading and P&L account, you go ahead and prepare balance sheet on the last day of the business. So this is how the flow of transactions are going to occur from each set of books or each set of things that we have learned in the past. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് P&L ബാലൻസ് ഷീറ്റും അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കളക്റ്റീവ് ഇൻഫർമേഷൻ നമ്മൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ we need ട്രയൽ ബാലൻസ് ആസ് ദ ബേസ്. അപ്പോൾ ട്രയൽ ബാലൻസ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്തോളുക. ട്രയൽ ബാലൻസിൽ ഇൻഫർമേഷൻ വരുന്നത് എവിടെ നിന്നായിരുന്നു? ലെഡ്ജറിൽ നിന്നായിരുന്നു. സോ ലെറ്റ് us quickly draw a trial balance. സോ ട്രയൽ ബാലൻസ് ഷോർട്ട് ഫോം ആ TB നമ്മൾ പറയുന്നതാണ്. സോ ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് വേരിയസ് ledgers ആണ്, which can be either in the form of debit or credit. അല്ലേ? Debit and
ക്രെഡിറ്റ്. ഇപ്പോൾ പല ലെഡ്ജേഴ്സിലാണ് അതിനൊക്കെ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയും. ഈ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ട്രയൽ ബാലൻസിലെ എല്ലാ ലെഡ്ജേഴ്സും will either be in the nature of either expenses or income. അതായത് റവന്യൂ നേച്ചറിലുള്ള ഐറ്റം ആയിരിക്കാം, അല്ലെങ്കിലോ ഇറ്റ് വിൽ ബി either assets or liability. സോ ഈ ട്രയൽ ബാലൻസിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ലെഡ്ജേഴ്സ് എക്സ്പെൻസ് ആണോ ഇൻകം ആണോ നോക്കുക ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കൺ ടു ട്രേഡിംഗ് ആൻഡ് P&L. ഇഫ് ഇറ്റ് ഈസ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഇറ്റ് വിൽ ബി ടേക്കൺ ടു ബാലൻസ് ഷീറ്റ്. സോ ട്രേഡിംഗ് ആൻഡ് P&L എക്സ്പെൻസ് ആൻഡ് ഇൻകം ആണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ട്രേഡിംഗ് ആൻഡ് P&L എങ്ങനെയാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതെന്നും നമ്മൾക്കൊന്ന് നോക്കാം. So trading and P&L for the year ended. P&L is profit and loss account for the year ended 31st December or 31st March 2020 as the case may be. And the കഴിഞ്ഞ column വരാൻ പോകുന്നത് particulars. You can have either two columns. അതിൽ രണ്ട് കോളം, ഒരു കോളം ഉദ്ദേശിക്കുന്നത് ഇന്നർ കോളം, എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ. പക്ഷെ പൊതുവെ നമ്മൾ ഒറ്റ ഒരു എമൗണ്ട് കോളം മാത്രമായിരിക്കും കാണിക്കുന്നത്. സോ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ആൻഡ് പെർട്ടിക്കുലേഴ്സ് amount. So this is also in the nature of a ledger പോലെ തന്നെയാണ്. ഡേറ്റ് LF അങ്ങനത്തെ ഒന്നും അഡീഷണൽ കോളംസിൻ്റെ കോൺസെപ്റ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇറ്റ് ഇസ് സിമിലർ ടു എ ledger അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് തന്നെ. particulars amount, particulars and amount. Now the first portion of this statement is the trading account. ഏറ്റവും ആദ്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ is presented in something called trading and P&L ട്രേഡിംഗ് ഭാഗം. രണ്ടാമത് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. So that is also clear. Now trading account ilana you are going to give information related to the finished goods or raw material or work in progress that is being processed and then ultimately sold. So ഒരു ബിസിനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ അൾട്ടിമേറ്റ്ലി നടക്കുന്ന ട്രാൻസാക്ഷൻ ആയ സാധനങ്ങൾ വാങ്ങിക്കുക, വിൽക്കുക അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുക അതെല്ലാം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് മാത്രം കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. സോ യു ക്യാൻ ഐദർ ഗെറ്റ് എ പ്രോഫിറ്റ് അറ്റ് ദിസ് സ്റ്റേജ് ഓർ യു ക്യാൻ ഗെറ്റ് ഈവൻ അറ്റ് എ ലോസ് അറ്റ് this stage. So whatever be the case, the profit or loss that you are going to find out is gross profit or gross loss. ഒന്നെങ്കിൽ നഷ്ടമാവാം അല്ലെങ്കിൽ ലാഭമാവാം. സോ ഒരു സാധനം നമ്മൾ വാങ്ങിക്കാനും വിൽക്കാനും തുടങ്ങുമ്പോൾ ആ വാങ്ങിക്കുന്നതും വിൽക്കുന്നതിനും അസിസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി എല്ലാം എഴുതി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രം. അപ്പോൾ ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് എനി അതർ എക്സ്പെൻസ് ഓർ ഇൻകം, just by buying and selling and processing a certain goods and then selling in, how much profit or loss I am going to earn, that is what we are going to find out as the balancing figure or the result from trading account. After completing trading account, we move on to the profit and loss account, which is also going to list out certain expenses and income, and ultimately you are going to get the resultant figure as either net profit or net loss. അപ്പോൾ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെയും നഷ്ടത്തിനെയും ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ ഗുഡ്സിൽ മാത്രം ട്രേഡ് ചെയ്ത് അല്ലെ ഗുഡ്സിനെ മാത്രം ഡയറക്റ്റ്ലി ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമോ നഷ്ടമോ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. Then we move on to profit and loss account, which is also going to talk about certain expenses and income, but ultimately you are going to find the net profit and net loss. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ഇങ്ങനെ സൈഡിലൊന്നും എഴുതേണ്ട കാര്യമില്ല. ആദ്യമേ നമ്മൾ ഹെഡിങ്ങിൽ എഴുതിയത് തന്നെ ട്രേഡിംഗ് ആൻഡ് P&L ആണ്. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് both this
accounts. Yeah? So how are we going to present this trading account? അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ട്രയൽ ബാലൻസ് ആണെന്ന് എപ്പോഴും ഓർക്കുക കേട്ടോ. ട്രയൽ ബാലൻസിൽ നിന്നാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് P&Lലേക്ക് ഓരോ ലെഡ്ജറും പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ആദ്യം കാണിക്കുന്നത്. രണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതെല്ലാം ഡെബിറ്റിലുള്ളതും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതെല്ലാം ക്രെഡിറ്റിലുള്ളതും. അതങ്ങനെ തന്നെയാണ്. സോ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഏറ്റവും ആദ്യം റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് പൊതുവെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. റൈറ്റ് നൗ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിലി പോകുന്നില്ല. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ എടുക്കുമ്പോൾ വി വിൽ ടോക്ക് അബൌട്ട് ദിസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. പക്ഷെ ഫോർമാറ്റിൽ ആദ്യമേ ഓപ്പണിംഗ് സ്റ്റോക്കാണ് എഴുതേണ്ടതെന്ന് ഓർക്കുക. അടുത്തത് നമ്മൾ ട്രേഡിങ്ങിൽ പ്രസന്റ് ചെയ്യേണ്ടത് 2 purchases ലെസ് പർച്ചേസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർഡ്. സോ ഈ ലെസ്സും റിട്ടേൺസ് ഔട്ട്വേർഡ്, ഇറ്റ്സ് നോട്ട് റിട്ടേൺസ് ഇൻവേർഡ്, റിട്ടേൺസ് ഔട്ട്വേർഡ്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്യാനാണ് ഞാൻ ഒരു കോളത്തിൻ്റെയും കൂടെ കാര്യം പറഞ്ഞത്, ഇന്നർ കോളമായിട്ട് കമ്പ്യൂട്ടേഷന് വേണ്ടി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മൈനസ് ചെയ്ത് കിട്ടേണ്ട റിസൾട്ടൻറ്റ് ഫിഗർ അൾട്ടിമേറ്റ് ഔട്ടർ കോളം എമൗണ്ടിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അതൊന്ന് ഓർക്കുക. So to next step is to present the purchases, less purchase returns or returns outward. Then we record any direct expenses. Direct expenses means any expenses which are primarily associated with the stock and അത് പ്രോസസ് ചെയ്യാനോ അൾട്ടിമേറ്റ്ലി വിൽക്കാനോ ഒക്കെ വേണ്ടി നമ്മൾ വിൽക്കാൻ റെഡി ആക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നുണ്ടോ ആ എക്സ്പെൻസുകളെല്ലാമാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദിസ് ഇസ് ദ ഡെബിറ്റ് സൈഡിൽ സാധാരണ വരുന്ന ഐറ്റംസ്. ഇതിൻ്റെ എമൗണ്ട് ഒക്കെ എമൗണ്ടിൻ്റെ ഔട്ടർ കോളത്തിൽ എഴുതുക. ഓൺ ക്രെഡിറ്റ് സൈഡ് യു വിൽ സ്റ്റാർട്ട് വിത്ത് ബൈ സെയിൽസ്. Yeah, and then you generally have something called closing stock. ഇതാണ് presentation. ഇനി ഇത്രയും എഴുതി കഴിയുമ്പോൾ you should either get a profit or loss. If it is a profit, you record on the debit side as 2 gross profit balancing figure. And if it is a gross loss, you record after this closing stock stage by gross loss balancing figure. So please note, while taking the accounts of any particular business for a period, you only will have either a gross profit or a gross loss. രണ്ടും കൂടെ എക്സിസ്റ്റ് ചെയ്തില്ല, ഒന്നില്ലെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ ലാഭം. ഇനി purchase less returns എഴുതിയതുപോലെ തന്നെ സെയിൽസ് എഴുതുമ്പോൾ there also we can talk about sales returns or returns inward. So ഇത്രയും നമ്മൾ ആ മെയിൻ ലെഡ്ജറിൻ്റെ എഴുതി കഴിഞ്ഞാൽ then this is known as trading account. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ആണ് എക്സ്റ്റൻഷൻ ആണ് അടുത്ത ഘട്ടമായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ വെൻ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഫ്രം ട്രേഡിംഗ്, ഈ ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ റിസൾട്ടായ ഒരു ലാഭത്തിലേക്കും നഷ്ടത്തിലേക്കും എത്തിയിട്ടുണ്ട് അല്ലേ. ആ ലാഭമോ നഷ്ടമോ ആയിരിക്കും അടുത്ത സ്റ്റേജിൻ്റെ P&L നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസ്. സോ ഇഫ് ഇറ്റ് വാസ് എ ഗ്രോസ് പ്രോഫിറ്റ് വി വിൽ റൈറ്റ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് brought down, ledger present ചെയ്യുന്നത് പോലെ തന്നെ. If it was a gross loss in trading account, you will write in P&L debit side to gross loss brought down. Yeah. ഇനി ഇതിന് ശേഷമാണ് we are going to record all indirect expenses. All indirect expenses. What are these indirect expenses? Expenses which are incurred for running the business or for doing the business, but it is not essential to ultimately make the product ready for sale. ആ ഒരു പ്രോഡക്റ്റിനെ സെയിലിന് പാകമാക്കാൻ നമ്മൾ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് ഒന്നുമല്ല ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. സോറി, ഇൻഡയറക്റ്റ് ബിസിനസ് തന്നെ അറിയാതിരിക്കുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്,
നമ്മളുടെ ഓഫീസിൽ സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫിന് കുടിക്കാൻ, നമ്മൾക്ക് എല്ലാവർക്കും കുടിക്കാൻ നമ്മളൊരു ക്യാൻ വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ആ ക്യാൻ വാട്ടർ എല്ലാ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓരോ 2 പ്രാവശ്യവും 50 രൂപ വെച്ചാണ് പോകുന്നത്. So, is it an expense? Yes, because സ്റ്റാഫിനും നമ്മൾക്കെല്ലാം വേണ്ടി നമ്മൾ വാട്ടർ ക്യാൻ വാങ്ങിച്ചാണ്. അത് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. So, it is an expense. But is that water can essential for making the product ready for sale? നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ മാനുഫാക്ചററിൻ്റെ കയ്യിൽ നിന്ന് പേനകൾ വാങ്ങിച്ചിട്ട് ബ്രാൻഡ് ചെയ്തോ അല്ലാതെയോ മറച്ചു വെക്കുന്നതായിരിക്കും. അപ്പോൾ പേനകൾ മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെയാണ്? മെയിൻ മാനുഫാക്ചറിങ് എൻറ്റിറ്റിയിലായിരിക്കും. ഇനി ആ പേന ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി, നമ്മൾ നല്ല ലാഭമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പതുക്കെ ബിസിനസ് കൂടാൻ തുടങ്ങി. അപ്പോൾ കൂടാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി സ്റ്റാഫ് വന്നു. അപ്പോൾ സ്റ്റാഫിൻ്റെ വെൽഫെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാട്ടർ ക്യാൻ വാങ്ങിച്ചു വെച്ചതാണ്. സോ is that water can necessary or unavoidable to make this product of pen that you are dealing in ready to be available for sale? വേണ്ട. ആ വാട്ടർ ക്യാൻ അവിടെ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് പേന വെക്കാൻ പറ്റില്ലേ? വിൽക്കാൻ പറ്റും. അപ്പോൾ there are certain expenses which you incur, but they cannot be termed as essential or direct expenses which are in relation to the actual production, processing or this ട്രേഡിംഗ് ആക്ടിവിറ്റി. എന്നാൽ ഈ എക്സ്പെൻസുകൾ ഇൻകർ ചെയ്യാതെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനും നമ്മൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെയാണ് which doesn't have any direct relationship with the stock but indirectly affects the functioning of a business are indirect expenses. So അങ്ങനെയുള്ള indirect expenses എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതും. ഇതേപോലെ we might have certain indirect income. What are these indirect income? You have an FD in a bank. സ്റ്റേറ്റ് ബാങ്കിൽ ഒരു FD ഉണ്ടെന്ന് വെക്കുക. അതിൽ നിന്ന് എല്ലാ വർഷവും നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ഇസ് ദാറ്റ് an income which is actually earned by doing the activity of this trading business? അല്ല. നമ്മൾ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും പേനയാണെന്ന് പറഞ്ഞു. ആ പേന കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭമാണോ ഇൻട്രസ്റ്റ്? അല്ല. അതല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ചെറിയൊരു വരുമാനമാണ്. ഇറ്റ് ഈസ് നോട്ട് അവർ മേജർ സോഴ്സ് ഓഫ് ഇൻകം, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ആൻ ഇൻകം. Therefore, these are indirect incomes and will be shown in the profit and loss account. So ideally ഇത് രണ്ടുമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന് ശേഷം we will close the profit and loss account also by finding out the profit or loss in this statement. And if it's a profit, you write on the debit side as net profit balancing figure. If it's a loss, you will write on the credit side by net loss balancing figure. So ഇവിടെയും ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, ഇതാണ് ഒരു പൊസിഷൻ വരാൻ പോകുന്നത്. സോ വിത്ത് ദിസ് വി കംപ്ലീറ്റ് ദ ട്രേഡിംഗ് ആൻഡ് പി ആൻഡ്. ഇനി ഇവിടം കൊണ്ട് തീരുന്നുണ്ടോ? ട്രേഡിംഗ് പി ആൻഡിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടി ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ട്രേഡിംഗ് പി ആൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അടുത്ത പണിയാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് കുറച്ച് ഇൻഫർമേഷൻ എവിടെ നിന്ന് പോകാൻ കാണും? ഈ ട്രേഡിംഗ് പി ആൻഡിൽ നിന്ന് പോകും. ഏത് ഇൻഫർമേഷനാണ് ട്രേഡിംഗ് പി ആൻഡിൽ നിന്ന് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത്? എവിഡൻ്റ്ലി സ്പീക്കിംഗ് ഓർ അറ്റ് എ ഗ്ലാൻസ്, ഇഫ് യു വാണ്ട് ടു പോയിന്റ് ഔട്ട് എനി പെർട്ടിക്കുലർ ഐറ്റം ദാറ്റ് ഈസ് ബീയിങ് ട്രാൻസ്ഫർഡ് ടു ദി balance sheet also is nothing but P&L ൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന profit or loss. Yeah, so e profit or loss which you are finding it in profit and loss account as net profit or net loss will then move on to the balance sheet in capital account. ട്രേഡിംഗ് ആൻഡ് പി ആൻഡ്. സോ ട്രേഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ദെൻ പർച്ചേസസ് ലെസ് പർച്ചേസ് റിട്ടേൺസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്, ആൻഡ് ദെൻ യു ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് പ്രോഫിറ്റ് വിച്ച് ക്യാൻ ബി either a gross profit situation or a gross loss. ഇനി
ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ആണ് അല്ലെ, ഇതും ഒരു ലെഡ്ജർ തന്നെയാണ്. അപ്പോൾ ഇതിനും ഒരു ജേർണൽ എൻട്രി വരുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം വി ഡു നോട്ട് ലേൺ ഇറ്റ് ആസ് എ ജേർണൽ എൻട്രി. നമ്മൾ ജേർണൽ ഇല്ലാതെ ഡയറക്റ്റ്ലി പോസ്റ്റിംഗ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസൻറ്റേഷൻ ആദ്യമേ തന്നെ ഫോമാറ്റ് പഠിച്ചത്. But just to ensure that you also know about the journal entry and the things that happen to these ledgers, let us take up the journal entries involved in preparing this trading and P&L. ഇതിൻ്റെ ഒരു journal entry നമ്മൾ already പഠിച്ചതാണ്. I believe in inventories chapter and sale. I think in sale of goods on return or approval basis നമ്മൾ ആ ക്ലോസിംഗ് സ്റ്റോക്കിനൊരു ജേർണൽ എൻട്രി എഴുതി. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ബേസ് നമ്മൾ പറഞ്ഞു എല്ലാം ട്രയൽ ബാലൻസ് ആണെന്നല്ലേ. അപ്പോൾ ട്രയൽ ബാലൻസിൽ നമുക്ക് 2 എക്സാമ്പിൾ എടുക്കാം. പർച്ചേസസും സെയിൽസും. Purchases debit of 1 lakh and sales credit of 1.5 lakhs. ഇതാണ് പൊസിഷൻ എന്ന് ഓർക്കുക, ട്രയൽ ബാലൻസ്. സോ ട്രേഡിങ്ങിലേക്ക് ഇതിനെ നമ്മൾ മാറ്റുമ്പോൾ ഇൻഡയറക്ട്ലി വി ആർ ആക്ച്വലി ഡൂയിങ് എ ജേർണൽ ബിഹൈൻഡ് ദ സീൻ. അതിൻ്റെ പോസ്റ്റിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ എന്താണ് ജേർണൽ എൻട്രി? വി ഹാവ് ടു നൗ ക്ലോസ് all these expenses and incomes by transferring them into trading and P&L. അപ്പോൾ ഈ ലെഡ്ജറുകൾ ഏതൊക്കെയാണോ എക്സ്പെൻസും ഇൻകം ഉള്ളത് ആ ലെഡ്ജറൊക്കെ ക്ലോസ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് ഒക്കെ മറ്റൊരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെ അക്കൗണ്ടായ ട്രേഡിംഗ് ആൻഡ് P&Lലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ടു അൾട്ടിമേറ്റ്ലി ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. സോ ദ ജേർണൽ എൻട്രി ബിഹൈൻഡ് ദ പോസ്റ്റിംഗ് ടു ട്രേഡിംഗ് ആൻഡ് P&L is പർച്ചേസസിന് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ്. സോ അതിനെ ക്ലോസ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ യു ഹാവ് ടു ക്രെഡിറ്റ് പർച്ചേസസ് അല്ലേ. So you will credit purchases to the extent of 1 lakh and you will debit trading account because purchases നമ്മൾ already ഫോമാറ്റിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു. will go to trading account. So you will debit trading account and credit purchases. So once this entry is done, or in other words once the posting of this effect is done, it means that purchases എന്ന് പറയുന്ന ledger പിന്നെ ഇല്ല. കാരണം already trial balance ഒരു ഡെബിറ്റ് ആയിരുന്നു, ട്രേഡിങ്ങിലേക്ക് മാറ്റിയപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് ആ ലെഡ്ജർ നമ്മൾ ക്ലോസ് ചെയ്തു. പക്ഷെ അതിൻ്റെ എഫക്റ്റായ ഡെബിറ്റ് 1 lakh നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി. സോ ട്രേഡിങ്ങിൻ്റെ ഡെബിറ്റിൽ. ഇതേപോലെ തന്നെ ആണ് സെയിൽസ്. സെയിൽ ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ്. സോ ടു ക്ലോസ് ദ സെയിൽസ് ലെഡ്ജർ ഐ ഷുഡ് ഡെബിറ്റ് ഇറ്റ്. സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് 1,50,000. And I'll transfer the effect of this income trading account to the effect of this income to the credit side of trading account 1,50,000. Yeah, that is done here. ഇനി ഇതേപോലെയാണ് എല്ലാ എക്സ്പെൻസസും ഇൻകവും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഹാസ് ടു ഒക്കർ ഇൻ ട്രേഡിംഗ് ആസ് വെൽ ആസ് ഇൻ P&L. ഇനി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾക്ക് റെന്റ് എന്ന് പറയാം. റെന്റ് ഓഫ് എ ബിൽഡിംഗ്. ആ എക്സ്പെൻസ് 10,000 ആണെന്ന് വെക്കുക. ഈ റെന്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ജനറലി ഇറ്റ് വിൽ ബി എൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ചിലപ്പോൾ ഓഫീസ് സ്പേസിനായിരിക്കാം, പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് റെഡി ടു സെയിൽ ആക്കാൻ ചിലപ്പോൾ ഈ റെന്റൽ സ്പേസിൻ്റെ ആവശ്യമില്ലായിരിക്കാം. അപ്പോൾ പൊതുവേ നമ്മൾ റെൻ്റൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ കുറേ ലേബറേഴ്സിനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന് നമ്മളുടെ ബിസിനസ്സിൻ്റെ പേരിൻ്റെ ആ ബ്രാൻഡിൽ പാക്കേജ് ചെയ്ത് വിൽക്കാൻ, അങ്ങനെ ഡെയിലി വേജസിന് വേണ്ടി, അതായത് ദിവസക്കൂലിക്ക് വേണ്ടി ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വേജസ് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരണം നമ്മളുടെ പാക്കേജിങ്ങിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ, പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വി ക്യാൻ അൾട്ടിമേറ്റ്ലി സെൽ ഇറ്റ് ടു ദ കസ്റ്റമർ. സോ ദോസ് എക്സ്പെൻസസ് ആർ വിച്ച് വി ആർ ഇൻകറിങ് ടു എൻഷുർ ദാറ്റ് ദീസ് പ്രോഡക്ട്സ് ആർ റെഡി ടു സെയിൽ.
റെഡി ടു സെൽ. അപ്പോൾ അതേപോലെയുള്ള എക്സ്പെൻസസ് എന്തെങ്കിലും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാമാണ് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ ചാർജസ്, ഓഫീസിൽ വെക്കാൻ വേണ്ടി വാട്ടർ ക്യാൻസ് വാങ്ങിക്കുന്നു, അല്ലെ ഇലക്ട്രിസിറ്റി നമ്മൾ ഇൻകർ ചെയ്യുന്നു, സാലറീഡ് സ്റ്റാഫ് കുറച്ചുണ്ട്, അതായത് കുറച്ച് ഒരു മാനേജറും സൂപ്പർവൈസറൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സാലറി, അങ്ങനെ പല എക്സ്പെൻസസ് ഉണ്ട് വിച്ച് ആർ നെസസറി ഫോർ ദ ബിസിനസ് ടു റൺ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി to make the product as such ready or available for sale. So അങ്ങനെയുള്ളതെല്ലാം indirect expense ആണ്. So rent is also one kind of an indirect expense. So let us understand how to record the journal entry for this. Indirect expense എങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. So റെന്റിന്റെ എൻട്രി എന്തായിരിക്കും? Rent is an expense and it has a debit balance. So to close that ledger, I should credit rent account 10,000 rupees, and the debit effect of this expense should go to my profit and loss account. Yeah, so these are the journal entries that are going to come for every item that is getting posted into trading and P&L. So പല എക്സ്പെൻസിനും ഇൻകത്തിനും ഇതേ എഫക്റ്റ് ആയിരിക്കും. ഒരു ഇൻഡയറക്റ്റ് ഇൻകം കൂടെ നമ്മൾക്ക് എടുക്കാം. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, bank interest, 100 rupees. Is that a direct income? Direct income എന്ന് വെച്ചാൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്ന ഇൻകം ആണ്. ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾക്ക് അഡീഷണലി നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത കാരണം കിട്ടുന്ന ഒരു അഡീഷണൽ ഇൻകം ആണ്. ഇറ്റ് ഇസ് സ്റ്റിൽ an income but only a direct income. Hence it will come part of my profit and loss account. So how will I record the journal entry for that? Bank interest is a credit balance. So to close that ledger, I have to debit it. Bank interest account debit 100 to profit and loss account 100. In similar way, you will record all expenses and incomes into trading account and profit and loss account as the case may be. ഇനി അറിയേണ്ട മറ്റൊരു കാര്യം, ഇതാണ് ഇതിൻ്റെ ബിഹൈൻഡിലുള്ള ജേർണൽ എൻട്രി എങ്കിലും ചില ക്വസ്റ്റ്യനിൽ ജേർണലൈസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ എഫക്റ്റും കൂടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ നിന്ന് ഇതാണ് ജേർണൽ എൻട്രി എന്ന് മനസ്സിൽ register ചെയ്തുകൊണ്ട് we only directly post it. So trial balance you directly post to trading and P&L without actually having to record these journal entries. These journal entries markan padilla, you have to know it, because in certain journal entry question, just like sale of goods on return or approval basis, P&Lലേക്കും ട്രേഡിങ്ങിലേക്കും വരുന്ന എഫക്റ്റും കൂടെ നമ്മൾ ജേർണലിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസ് ചോദിച്ചിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ജേർണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. ജേർണൽ എൻട്രിയുടെ എഫക്റ്റ് വരുന്ന ഡയറക്റ്റ് ലെഡ്ജർ പോസ്റ്റിംഗ് മാത്രമാണ് നമ്മൾ കാണിക്കേണ്ടത്. So I hope the journal entries are clear. So this journal entry type will repeat for every item that comes in trading and P&L. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേണുമാണ്. പർച്ചേസ് 1,00,000 നടത്തി, പർച്ചേസ് റിട്ടേൺസ് imagine we have done for 10,000. So purchase returns will be the opposite balance of purchases account. അല്ലെ, പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺസിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സോ എങ്ങനെ ഇതിനെ പ്രസൻറ്റ് ചെയ്യാം? ഞാൻ ഫോമാറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രസൻറ്റേഷൻ തന്നെങ്കിലും ഇറ്റ് മീൻസ് ദാറ്റ് ഹൗ ആം ഐ ഗോയിങ് ടു ഷോ ദ പ്രസൻറ്റേഷൻ. പർച്ചേസസ് ഇന്നർ കോളത്തിൽ 1 lakh എന്ന് കാണിക്കും, പർച്ചേസ് റിട്ടേൺസ് 10,000 എന്ന് കുറച്ച് കാണിച്ചിട്ട് നെറ്റ് പർച്ചേസ് ആയിട്ട് 90 മാത്രമാണ് പർച്ചേസ് ആയിട്ട് ഔട്ടർ കോളത്തിൽ കാണിക്കുക. ഇതൊരു രീതിയിലുള്ള പ്രസൻറ്റേഷൻ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. യു ക്യാൻ also do one thing. പർച്ചേസ് എന്താണോ ബാലൻസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ് റിട്ടേൺ അല്ലേ. അപ്പോൾ
instead of reducing it from the purchases account, in some cases you can also see it on the opposite side of purchases. So purchase in a debit balance ആണെങ്കിൽ purchase returns in a credit balance ആയത് കാരണം നമ്മൾ credit side ൽ കാണിക്കുന്നു. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, പക്ഷേ സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന രീതിയുമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു അഡ്ജസ്റ്റ് ഇറ്റ് ഫ്രം ദ റെസ്പെക്റ്റീവ് ലെഡ്ജേഴ്സ് ഓഫ് പർച്ചേസസ് ആൻഡ് സെയിൽസ്, ബിക്കോസ് ദെൻ യു ക്യാൻ അറൈവ് അറ്റ് ദ നെറ്റ് ഫിഗർ അറ്റ് വൺ ഗ്ലാൻസ്. അപ്പോൾ തൊട്ട് മുൻപ് ഞാൻ മായ്ച്ചു കളഞ്ഞ ആ പ്രസൻറ്റേഷനും നമ്മൾക്ക് അവൈലബിൾ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സിൽ എഴുതുന്നതും അവൈലബിൾ ആണ്. ആദ്യം കാണിച്ച ഫോർമാറ്റിൻ്റെ പ്രത്യേകത ഒറ്റ നോട്ടത്തിൽ തന്നെ എത്ര പർച്ചേസ് ആണ് നെറ്റായിട്ട് നമ്മൾ, അതായത് തിരിച്ചു കൊടുത്തത് കഴിഞ്ഞാൽ ആക്ച്വലി എത്ര പർച്ചേസ് ഞാൻ ഇൻകർ ചെയ്തിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. സെയിൽസും അതേപോലെ തന്നെ. ബട്ട് സം ഓഫ് യു മൈറ്റ് ഹാവ് കം അക്രോസ് ദിസ് presentation also, which is also correct. It is ultimately going to give us the correct profit. So we will prefer adjusting it from the purchases and sales itself. Okay? So adonna orkuka. Adindeyum journal entry will be same thing. Purchase returns in a credit balance aanu. So we will debit it and we will credit trading account. So credit ആണ് trading accountനെ ചെയ്യുന്നത്, പക്ഷേ trading accountലേക്ക് actually credit ചെയ്യാതെ ഡെബിറ്റിലുള്ള എമൗണ്ട് കുറയ്ക്കുന്നതും ക്രെഡിറ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. So that is what we are going to apply or use in our trading format. So purchase returns and sales return. Now we move on to the most important topic or most important point that we have to discuss here, which is the closing stock. So closing stock inventory chapter la nammal paranjoru karyamanu. Closing stock will be generally found on the closing date 31st March എന്ന് പറയുന്ന അവസാനത്തെ ഫൈനാൻഷ്യൽ ഇയർ ദിവസം നമ്മൾ ഫിസിക്കലി പോയി സ്റ്റോക്ക് എണ്ണി നോക്കിയും കൂടെ ഉറപ്പ് വരുത്തും നമ്മളുടെ ബുക്സിലുള്ള പ്രകാരമുള്ള ബാലൻസ് തന്നെയാണ് അവസാനം നമ്മളുടെ കയ്യിലുള്ളത്. Even though we have two types of inventory taking mechanism of perpetual inventory system and physical inventory system, we still practice physical inventory system also. അതായത് അവസാനത്തെ ദിവസം മാത്രം നമ്മൾ വീണ്ടും ഫിസിക്കലി പോയി ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ എല്ലാ ബിസിനസ്സും ഫോളോ ചെയ്യാറുണ്ട്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് അങ്ങനെ അറൈവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് 31st മാർച്ചിൽ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെ 31st ഡിസംബറിൽ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ എന്നാണോ ബിസിനസ് ബുക്സ് ക്ലോസ് ചെയ്യുന്നത് അന്നത്തെ ദിവസമുള്ള സ്റ്റോക്ക് കണ്ടുപിടിച്ച് എമൗണ്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്കലി അന്ന് അവൈലബിൾ ആയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ അറൈവ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ദ റിസൾട്ട് ഓഫ് മെനി ട്രാൻസാക്ഷൻ ഇൻ ദ പാസ്റ്റ്. In the past, in the sense, many transactions from the start of the year till end of the year. അല്ലേ, കുറേ നമ്മൾ പർച്ചേസ് ചെയ്തു, അതിൽ കുറേയൊക്കെ വിറ്റു, അതും കഴിഞ്ഞിട്ട് വിൽക്കാൻ പറ്റാതെ ഇരുന്ന നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ആക്ച്വലി isn't a transaction. It is the result of many transactions at a particular date. So majority of the time closing stock എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിനുള്ളിൽ വരാതെ അതിന് ശേഷം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ട്രയൽ ബാലൻസ് രണ്ടും ടാലി ആയി കഴിഞ്ഞിട്ട് പൊതുവെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന കുറേ ലിസ്റ്റ് കാണും, which are certain transactions or events which has occurred because of the business being run for this 1 year. അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന കുറേ ട്രാൻസാക്ഷൻസ് കണ്ടെന്നിരിക്കാം. റിസൾട്ട് മാത്രമല്ല ചില ട്രാൻസാക്ഷൻസ് വിച്ച് ഓർ ചില
items which we have to estimate. നമ്മൾ estimate ചെയ്ത് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങൾ കാണും. പ്രൊവിഷൻ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ we will discuss in detail. So know that ട്രയൽ ബാലൻസിനുള്ളിൽ മാത്രമല്ല എല്ലാ ഇൻഫർമേഷനും വരാൻ പോകുന്നത്. ഈ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഐറ്റംസ് ഓർ റിസൾട്ട് ഓർ ട്രാൻസാക്ഷൻസ് which are not yet recorded in trial balance will also be available to us. അതിൽ ഏറ്റവും മേജർ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ബിക്കോസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ആസ് ഐ സെഡ്, ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസാക്ഷൻ ആസ് സച്ച്. പല ട്രാൻസാക്ഷൻസും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടൻറ്റ് ഫിഗർ ആണ് on a particular date this closing stock. അപ്പോൾ നമ്മളത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആയിരിക്കും നമ്മൾക്ക് അവൈലബിൾ ആകുന്നത്. So when something comes outside the trial balance as an adjustment, how do you go about treating it? The first treatment for closing stock is you debit closing stock because it's an asset for you. നമ്മൾക്ക് അടുത്ത വർഷം ഇത് വിറ്റ് ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. So you will debit closing stock and you will credit trading account. Why are you actually crediting trading account? The logic is that closing stock നമ്മൾക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ നമ്മൾ ഈ വർഷം പർച്ചേസ് ചെയ്തു, അതെല്ലാം വിറ്റിട്ടാണ് ബാക്കിയുള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇൻഡയറക്ട്ലി സ്പീക്കിംഗ്, ക്ലോസിംഗ് സ്റ്റോക്കിന് വേണ്ടി നമ്മൾ മുടക്കിയ കാശെല്ലാം, അതായത് കോസ്റ്റ് എല്ലാം എവിടെ വന്നിട്ടുണ്ട്? നമ്മളുടെ ഈ ട്രേഡിങ്ങിൻ്റെ ഡെബിറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ വർഷം പർച്ചേസ് ചെയ്തത് കുറേ വിൽക്കാൻ പറ്റാനായിരിക്കും. സോ ഈ പർച്ചേസസ് എഴുതുന്ന കൂട്ടത്തിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്, അടുത്ത വർഷം വിൽക്കാൻ മാറ്റി വെച്ചിരിക്കുന്നതിനകത്തും എനിക്ക് കുറച്ച് കോസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ should I record it as this year's cost? No, because then my profit will be incorrect. അടുത്ത വർഷം വിറ്റ് അടുത്ത വർഷം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാധനത്തിൻ്റെ കോസ്റ്റും കൂടി ഞാൻ പർച്ചേസിലോ അല്ലെങ്കിൽ ഈ ഡെബിറ്റ് സൈഡിലോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഐ ആം അണ്ടർസ്റ്റേറ്റിംഗ് മൈ പ്രോഫിറ്റ്. അണ്ടർസ്റ്റേറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത് ആക്ച്വലി കാണിക്കേണ്ട പ്രോഫിറ്റിൽ നിന്ന് കുറവ് കാണിക്കുകയാണ്. അതിനെയാണ് അണ്ടർസ്റ്റേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. So then I am understating my profit. So to ensure that we do not record any cost which is not going to ultimately generate income in the same year, that cost should be eliminated over to the period in which you are going to earn income out of it. So ആ ലോജിക്ക് വെച്ചിട്ട് ഈ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് വിറ്റ് നമ്മൾക്ക് ഇൻകം ഒന്നും കിട്ടാൻ പോകുന്നില്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളുടെ കയ്യിലേക്ക് വരാൻ നമ്മൾ മുടക്കിയ ചിലവെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. So instead of eliminating it from the debit സൈഡിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്? കോസ്റ്റ് എല്ലാം ട്രേഡിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയി ക്ലോസിംഗ് സ്റ്റോക്കിന് വേണ്ടി മാത്രമുള്ള കോസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ isn't it actually reducing the cost of closing stock? ഡെബിറ്റിലുള്ളത് 1,00,000 ആണെന്ന് വെക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അറൈവ് ചെയ്തു 1,500. സോ അതിനെ ക്രെഡിറ്റ് ചെയ്ത് അതിൻ്റെ അർത്ഥം എന്താണ്? നെറ്റ് കോസ്റ്റ് എത്രയേ ഉള്ളൂ? 98,500. That is the logic of crediting closing stock in my trading account, and the entry will be as such. Yeah, 1,500 to 1,500. Yeah, ഇനി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വന്നത് കാരണം, ട്രയൽ ബാലൻസിനുള്ളിലല്ല ഈ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നത് കാരണം, they have two effects, which means every item that is being recorded or given to you as an adjustment outside of trial balance will have two effects. What are those two effects? One effect is to record it either to trading account or to P&L. So trading and P&L എന്നൊരു common പേര് നമ്മൾ കൊടുക്കുകയാണ്. And the other effect is to take it to balance sheet. Why are we doing this? This is what we have done from the journal stage. Trial balance വരെ ഒരു ledger വരണമെങ്കിൽ നമ്മൾ ജേർണലിൽ നിന്ന് തുടങ്ങിയതാണ് അല്ലേ. അപ്പോൾ when we say
പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എൻട്രി എന്താണ് എഴുതുന്നത്? പർച്ചേസേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷിനാണെങ്കിൽ ടു ക്യാഷ്. അതായത് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് 2 എഫക്റ്റ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ 2 എഫക്റ്റ് ആണ് നമ്മൾ ജേർണൽ എൻട്രി വഴി കാണിക്കുന്നത്. അത് പൊതുവെ ഒരു എക്സ്പെൻസും ഇൻകമും, മറ്റത് ഒരു അസറ്റും ലൈബിലിറ്റി ഒക്കെ ആയിട്ടാണ് സാധാരണ വരുന്നത്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എന്തെങ്കിലും എറർ കറക്ഷനോ ഒക്കെ ആണെങ്കിൽ എക്സ്പെൻസുകളും ഇൻകവും തന്നെ ഒരു ജേർണലിൽ വരുന്നതും കാണും. പക്ഷെ മജോറിറ്റി ഓഫ് ദ ടൈം ജേർണലിൽ വരുന്നത് വൺ പാർട്ടി വിൽ ബി ആൻ എക്സ്പെൻസ് ഓർ റവന്യൂ നേച്ചറിലുള്ളത്, എക്സ്പെൻസ് ഓർ ഇൻകം, അതായത് റവന്യൂ നേച്ചറിലുള്ളതും മറ്റൊന്ന് ഒരു ബാലൻസ് ഷീറ്റ് ആയിട്ടുമായിരിക്കും പൊതുവെ വരുന്നത്. So therefore it means that once these balances are then balance ചെയ്ത് ലെഡ്ജറിൽ ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ പർച്ചേസസ് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജറും നമ്മൾക്ക് കിട്ടും. ഈ എൻട്രിയിൽ പറയുന്ന ക്യാഷ് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജറും നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഈ പർച്ചേസ് എൻട്രിയുടെ എഫക്റ്റ് ശരിക്കും പർച്ചേസ് ലെഡ്ജറിലും ഉണ്ട്, ക്യാഷ് ലെഡ്ജറിലും ഉണ്ട്. അതിൽ പർച്ചേസ് ലെഡ്ജറിന്റെ എഫക്റ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവുകയാണ്, of trading and P&L. And the other effect of this entry, ക്യാഷിൽ അതിൻ്റെ എഫക്റ്റ് കിടപ്പുണ്ട്. ഫുൾ 10,000 ഈ എൻട്രി വഴിയാണെന്നല്ല പറയുന്നത്. ഈ എൻട്രിയുടെ ഒരു എഫക്റ്റും ക്യാഷിൻ്റെ ഈ 10,000 ബാലൻസിൽ വന്നിട്ടുണ്ട്. സോ ആ എഫക്റ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ക്യാഷ് ഇസ് ആൻ അസറ്റ്, therefore I will take into balance sheet അല്ലേ. സോ ട്രയൽ ബാലൻസിൽ നമ്മൾക്ക് ലെഡ്ജർ ബാലൻസസ് ആയിട്ട് കിട്ടിയ എല്ലാം ഇതേപോലെ ജേർണലൈസ് ചെയ്ത് വന്നതാണ്. ഒരൊറ്റ ട്രാൻസാക്ഷന് 2 എഫക്റ്റ് കാണിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് വന്നതാണ്. So which means every transaction at the start of the entry itself we were posting it into both effects, either as a revenue or as an asset or liability. So when an item is given to you as an adjustment out of trial balance, that should also have these 2 effects. Just because you wouldn't start from the journal point, starting point il ninnu cheyyathathu kaaranam we cannot ignore showing double entry system. We still have to show the double effect of this particular transaction. Hence adjustment out of trial balance varuna ella entries alle ella items we will have 2 effects. We will show 2 effects. One is to trading and P&L and the other is to balance sheet. Trading and P&L എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ trading അല്ലെങ്കിൽ P&L, and then the other one is balance sheet. So closing stockും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വന്നതാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എഫക്റ്റ് നമ്മൾ ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റിൽ കാണിച്ചു. അതായത് ട്രേഡിംഗ് P&L ഔട്ട് ഓഫ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇത് ബാലൻസ് ഷീറ്റിൽ എന്ത് എഫക്റ്റ് ആണ് കാണിക്കുന്നത് എന്നല്ലേ. ബാലൻസ് ഷീറ്റിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും കാണിക്കുക? അസറ്റ്സിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് കാണിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 1,500. Yeah. So അതായത് ആ ഡെബിറ്റ് ബാലൻസ്. സോ വാട്ട് ആർ വി ആക്ച്വലി ഷോയിങ്? ഈ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എഫക്റ്റ് ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ഒരു ജേർണലിന്റെ ക്രെഡിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തേത് ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്കിനെ അസറ്റ് ആയിട്ട് കാണിക്കുക, ഡെബിറ്റ്. അതായത് വി ആർ ആക്ച്വലി റെക്കോർഡിംഗ് ദ ഡബിൾ എൻട്രി എഫക്റ്റ് ഓഫ് എവറി ട്രാൻസാക്ഷൻ ദാറ്റ് വി കം അക്രോസ് ഇൻ എ ബിസിനസ് in the form of debit and credit, but in 2 statements, one in trading and P&L account and another in balance sheet. So every item coming out of adjustments should have these 2 effects. അത് എപ്പോഴും ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആവണമെന്നല്ല, ഓരോ സിറ്റുവേഷൻ അല്ലെ അഡ്ജസ്റ്റ്മെന്റ് അനുസരിച്ച് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യണം. So that is related to closing stock. Then we have to extend our discussion to something called adjusted purchases. Now, what is adjusted purchases? In some cases, you might be given closing stock in the trial balance itself. വളരെ rare ആയിട്ട് വരുന്നതാണ്. Hence, when closing stock is given within the trial balance, it means that trial balance prepare ചെയ്യുന്ന സ്റ്റേജിന് മുൻപ് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും?
ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡിങ്ങിൽ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പർച്ചേസിനകത്ത് അതൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യാണ്. സോ ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് is already found within the trial balance, it means that they would have already made this adjustment of taking it out from purchases and recording it as a separate item as closing stock. So which means an entry would have been passed before trial balance stage, which is closing stock account debit to purchases. അതായത് പർച്ചേസസിൽ നിന്ന് എടുത്ത് മാറ്റി ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ലെഡ്ജറിലേക്ക് തന്നെ ഇട്ട് കാണും. സോ ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസസും രണ്ടും ട്രയൽ ബാലൻസിനുണ്ടെങ്കിൽ ഇത് 98,500 ഇത് 1,500 ആയിട്ട്, അതിൻ്റെ അർത്ഥം ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ഒരു എൻട്രി വഴി പർച്ചേസസിൽ നിന്ന് എടുത്ത് മാറ്റി സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ജേർണൽ എൻട്രി വഴി ഒരു ഡെബിറ്റിൻ്റെ എഫക്റ്റും വന്നിട്ടുണ്ട്, പർച്ചേസസിലേക്ക് അതിൻ്റെ ക്രെഡിറ്റും പോയിട്ടുണ്ട്. സോ വിത്തിൻ ട്രയൽ ബാലൻസ് ആയത് കാരണം യു ഷുഡ് ടേക്ക് ഓൺലി ടു വൺ വേ. പർച്ചേസസ് ട്രേഡിങ്ങിലേക്ക് പോകും, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങോട്ടേക്ക് പോകും, ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ബിക്കോസ് ദ എഫക്റ്റ് ഓഫ് ദാറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ക്രെഡിറ്റ് ഓൾറെഡി പർച്ചേസിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ട്രയൽ ബാലൻസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, ക്ലോസിംഗ് സ്റ്റോക്കിനെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോവുക, പർച്ചേസസിനെ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുപോവുക. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലുള്ള കേസസിൽ പർച്ചേസസിന് തന്നെയാണ് പർട്ടിക്കുലേഴ്സിൽ തന്നിരിക്കുന്നതെങ്കിലും ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റഡ് ഫിഗർ അല്ലേ. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുള്ള ഫിഗറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ ബാലൻസ് ഒരിക്കലും ടാലി ആവില്ല, ട്രയൽ ബാലൻസ് ടാലി ആവില്ല. സോ ഈ പർച്ചേസസിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ക്രെഡിറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ ട്രയൽ ബാലൻസ് കാണാൻ പറ്റുകയുള്ളൂ. So therefore, even though the name will say just purchases within trial balance, if it is accompanied by closing stock within trial balance, then it means that this purchases is nothing but adjusted purchases, which is a very rare phenomenon. It generally doesn't happen. Most of the time closing stock will be given to you as an adjustment figure out of or after trial balance. But if at all it is given within the trial balance, remember closing stock in a sadharana trial balance le ella item pole thanne treat cheyda madi. Ad asset aano liability aano nokka, expense aano income aano nokka. Asset or liability aanengil balance sheet like kondu poga, revenue nature ulladhanengil P&L like kondu poga. പക്ഷേ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ആ ക്രെഡിറ്റ് എഫക്റ്റ് വിച്ച് വി ഹാഡ് റെക്കോർഡഡ് വെൻ ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് ഗിവൻ ഔട്ട്സൈഡ് ഓഫ് ട്രയൽ ബാലൻസ് നോക്കുക. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എഫക്റ്റ് ട്രേഡിങ്ങിലേക്ക് ക്രെഡിറ്റ് പോയിട്ടുണ്ട് അല്ലേ, അതാണ് എവിഡൻ്റ്ലി നമ്മൾക്ക് കാണാൻ പറ്റാത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലുള്ള. അത് ചെയ്തില്ല എന്നല്ല അർത്ഥം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രേഡിങ്ങിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ട്രേഡിങ്ങിൽ ഡെബിറ്റ് ചെയ്യേണ്ട പർച്ചേസസിനെ കുറച്ചു. ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം തിങ്. So if closing stock is given after trial balance as an adjustment, there are two effects to it. Always remember this, വളരെ important ആണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക ക്ലോസിംഗ് സ്റ്റോക്ക്. റീസൺ ഇസ് ബിക്കോസ് ദ കോസ്റ്റ് ഫോർ അക്വയറിംഗ് ദറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് വുഡ് ഓൾറെഡി ബീൻ ഇൻക്ലൂഡഡ് ഇൻ പർച്ചേസസ് ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഹെൻസ് ടു എലിമിനേറ്റ് ദറ്റ് കോസ്റ്റ് and keep it aside for the next year when we are going to earn income, we are crediting trading account. And the second effect is to show it to balance sheet as an asset. But if closing stock is in very rare cases given within the trial balance, then it means that an entry would have been already passed before trial balance stage adjusting purchases. So trial balance il ningalku tharan poguna purchase inde പേര് ഒന്നെങ്കിൽ adjusted purchase എന്നാവാം, അല്ലെങ്കിൽ purchases എന്ന് മാത്രമാവാം. എന്ത് പേര് കൊടുത്താലും the amount that you have got it is after adjusting the closing stock. Only then you could record closing stock as a separate item in trial balance. So if closing stock is given within the trial balance stage, you have only one
one way of showing it in either trading and P&L and balance sheet, which will be to take it to balance sheet because closing stock is an asset. Yeah, so very important concept ആണ് closing stock നല്ലപോലെ മനസ്സിലാക്കുക. ഇനി closing stockന്റെ amount എത്രയാണെന്നുള്ളതൊക്കെ valuation of inventory chapterൽ നമ്മൾ പഠിച്ചതാണ്. So trial balance സ്റ്റേജിൽ നമ്മൾ ആ എമൗണ്ട് ആയിരിക്കും തരുന്നത്, ആ എമൗണ്ടിനെ നമ്മൾ ഡയറക്റ്റ്ലി കൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാലുവേഷനിലേക്കൊന്നും കടക്കാഞ്ഞത്. ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഈ വർഷം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദ പീരിയഡ് എൻഡിങ് 31st March 2020. അങ്ങനെ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഡിസംബർ അവസാനം ഏതാണോ ലാസ്റ്റ് ഡേ അന്നത്തേക്ക് അന്ന് വരെയുള്ള ഒരു വർഷത്തെ കണക്കാണ് കാണിക്കുന്നത് അല്ലേ. സോ ആസ് ഓൺ ദാറ്റ് ഡേ ഇഫ് ഐ സേ ദാറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് മൈ അസെറ്റ്, ബാലൻസ് ഷീറ്റിലും ഇത് വരുന്ന സ്ഥിതിക്ക് നമ്മൾ പറയുന്നത് എന്താണ്, 31 മാർച്ച് 2020 ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അന്നുകൊണ്ട് ഒരു വർഷം തീർന്നു. പിറ്റേ വർഷം 1/4/2020 അടുത്ത നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ. സോ ദിസ് ക്ലോസിംഗ് സ്റ്റോക്ക്, സിൻസ് ഇറ്റ് വാസ് എ ക്ലോസിംഗ് stock at 31st March 2020, when a new year begins on 1st April, it automatically becomes the opening stock for the business. കാരണം അടുത്ത ദിവസം ബിസിനസ് വീണ്ടും തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം വിൽക്കാനൊക്കെ പോകുന്ന എന്തായിരിക്കും, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ക്ലോസിംഗ് ആയിട്ട് മാറ്റി വെച്ചായിരിക്കും അല്ലേ. നമ്മൾക്ക് ഒരു കടയിൽ പോയാൽ തന്നെ അറിയാം, ഒരു പ്രൊവിഷൻ സ്റ്റോറിൽ നമ്മൾ കയറുകയാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്, അവിടെ നിങ്ങൾക്ക് ഏറ്റവും പഴയ ഡേറ്റിൽ അവർ ഏറ്റവും ലാസ്റ്റ് വാങ്ങിച്ച ഡേറ്റിലുള്ള സ്റ്റോക്ക് പോലും കാണും. ഇപ്പൊ 31st മാർച്ചിന് നിങ്ങൾ ചെന്ന് ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും ബിസ്ക്കറ്റ് പാക്കറ്റോ എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ കൂടെ ഒരു 10 ബിസ്ക്കറ്റ് പാക്കറ്റും കൂടെ ബാക്കി ഉണ്ടായിരുന്നു എന്ന് വെക്കുക. 31st മാർച്ച് വൈകുന്നേരമാണ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇത് വാങ്ങിക്കുന്നത്. സോ നിങ്ങൾ പോയി കഴിഞ്ഞ് ബിസിനസ് ക്ലോസ് ചെയ്തു, ആ ഷട്ടറൊക്കെ ഇട്ടിട്ട് ഇവർ പോയി. 1-ാം തീയതി ഏപ്രിൽ 1-ന് അവർ അടുത്ത ദിവസം വീണ്ടും സൂപ്പർ മാർക്കറ്റ് വരുമ്പോൾ ഈ തലേ ദിവസം വർഷം ക്ലോസ് ചെയ്ത ദിവസത്തെ ബാക്കി 10 ബിസ്ക്കറ്റ് പാക്കറ്റ് അല്ലേ, ഐ ക്യാൻ നോട്ട് സെൽ ഇറ്റ്, ഇത് ഒരു വർഷം ഓൾറെഡി കഴിഞ്ഞു, ഇനി മാറ്റാമെന്നാണോ നമ്മൾ പറയുമ്പോൾ? ഇല്ല, അടുത്ത ദിവസം ബിസിനസ് തുടങ്ങുമ്പോൾ ഈ 10 ബിസ്ക്കറ്റ് പാക്കറ്റ് ആയിരിക്കും ആദ്യം അവർ വിൽക്കാൻ നോക്കുന്നത്, എന്നിട്ടായിരിക്കും പുതിയ ലോഡ് ഇറക്കുന്നത് അല്ലേ. സോ സെയിം കോൺസെപ്റ്റ്, closing stock of 1 year will automatically become the opening stock for the next immediate start of an year, and you are actually trying to sell those goods first rather than going into purchases. അപ്പോൾ ആദ്യമേ അതെല്ലാം വിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പർച്ചേസ് സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻവെന്ററി വാല്യുവേഷനൊക്കെ സമയത്ത് ഫീഫോ മെത്തേഡും വെയ്റ്റഡ് ആവറേജും ലിഫോ ഒക്കെ പലതും പഠിച്ചു അല്ലേ. സോ അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, മോസ്റ്റ് ഓഫ് ദ ടൈം വി എൻഡ് അപ്പ് യൂസിങ് ഫീഫോ മെത്തേഡ് ബിക്കോസ് ലോജിക്കലി അതായിരിക്കും പല ബിസിനസ്സും ഫോളോ ചെയ്യുന്നത്. എന്താണ് ഫീഫോ മെത്തേഡ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വരുന്ന സ്റ്റോക്ക് ആദ്യം വിലയിലേക്ക് സെയിൽ ചെയ്ത് പോകണം. സോ ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഫോർ ദാറ്റ് സെക്കൻഡ് ഇയർ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഇൻ സ്റ്റോക്ക്, ആദ്യമേ വന്ന സ്റ്റോക്ക് അതാണ്. അപ്പോൾ അത് ആദ്യം വിറ്റിട്ടായിരിക്കും അടുത്ത ലോട്ടുകളെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത്. So remember, closing stock of 1 year will become the opening stock of next year. Clear? Now, balance sheet. ഇപ്പോൾ ട്രേഡിംഗ് P&Lൊക്കെ ഒരുമാതിരി നമ്മൾ കവർ ചെയ്തു. ഇനി കുറച്ച് അഡീഷണൽ എക്സ്പെൻസസ് ആൻഡ് ഇൻകം അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. വി വിൽ ടേക്ക് ഇറ്റ് അപ്പ്, ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് us quickly talk about the presentation of balance sheet also. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ പറഞ്ഞു ഓൺ എ സിംഗിൾ പോയിന്റിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പറയുന്നത്. ആസ് ഓൺ 31st March 2020 അന്നത്തെ ദിവസം ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലുള്ള അസറ്റ്സ് ഇത്ര, ലയബിലിറ്റി ഇത്ര, ക്യാപിറ്റൽ ഇത്ര എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ബാലൻസ് ഷീറ്റിൽ പ്രസന്റ് ചെയ്യാൻ രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാമെന്ന് നമ്മൾക്ക് തിയറി അവൈലബിൾ ആണ്. ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി. ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ ബിസിനസ്സസ് വിച്ച്
something which you can easily convert into liquid cash. അതായത് പെട്ടെന്ന് തന്നെ വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് ഏതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവുക? നമ്മുടെ കയ്യിൽ ക്യാഷ് ഓൾറെഡി ഉണ്ട്, ഓൾറെഡി ലിക്വിഡ് സ്റ്റേജിലാണ്, നമ്മൾക്ക് എന്തിനു വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ബാങ്ക് ബാലൻസ് ഉണ്ട്. ഈ ബാങ്ക് ബാലൻസ് നമ്മൾക്കൊരു വിഡ്രോവൽ സ്ലിപ്പ് എഴുതി കഴിഞ്ഞാൽ ആ പൈസ വിഡ്രോ ചെയ്യാം. ഇനി അടുത്ത ലിക്വിഡിറ്റി കുറച്ചും കൂടെ കുറവ് ലിക്വിഡിറ്റി, എന്നാൽ കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്ന എന്തായിരിക്കും? ഈ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെ, പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്കത് വിൽക്കാവുന്നതാണ്. ദെൻ യു ഹാവ് ഡെറ്റേഴ്സ് from whom you are supposed to get money. അവരോടും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറച്ചെങ്കിലും കാശ് കിട്ടും. അപ്പം ഹൈലി ലിക്വിഡ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാഷ് ആൻഡ് ബാങ്ക് ആയിരിക്കും. പിന്നെ നമുക്ക് ഈസിലി ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഓരോന്നായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് അൾട്ടിമേറ്റ്ലി യു വിൽ റെക്കോർഡ് ദോസ് തിങ്സ് വിച്ച് യു കൻ നോട്ട് ഈസിലി കൺവേർട്ട് ഇൻ ടു ലിക്വിഡ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഇതിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാശ് വേണം, ഉടനെ പോയി നിങ്ങളുടെ പേരിലുള്ള ഭൂമി വിൽക്കാൻ പറ്റും. യു മൈറ്റ് ഇന്റെൻഡ് ടു സെൽ ഇറ്റ്, ബട്ട് can you find a buyer within that one day or within that 1 hour? And if at all you find a buyer for that land, will he pay you the amount fully at that time itself? Registration കുറെ സമയം എടുത്തെന്നിരിക്കാം അല്ലെ, സ്റ്റാമ്പ് പേപ്പറിലെല്ലാം എഴുതിപ്പിക്കുന്നതിനൊരു സമയം എടുത്തെന്നിരിക്കാം. പിന്നെ അതുപോലുമല്ല, ഇത് രണ്ടുപേരും നെഗോഷിയേറ്റ് ചെയ്ത ഒരു പ്രൈസിലേക്ക് എത്താൻ കുറെ സമയം എടുത്തെന്നിരിക്കാം. So these assets, they are assets, but when you talk about being converted it into liquid cash, it is not that easy to convert them. So fixed asset ഒക്കെയാണ് പൊതുവെ ലീസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ ബാലൻസ് ഷീറ്റ് ഒന്നെങ്കിൽ ലിക്വിഡിറ്റി ബേസിൽ നമ്മൾക്ക് കാണിക്കാം. അതായത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതിനെ ആദ്യം എഴുതുക. ക്യാഷ്, ബാങ്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ദാറ്റ് വേ. Or you have another way of presenting which is the opposite of this, based on permanence. അതായത് എത്ര നാളാണ് ഈ അസറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവുക, അതിൻ്റെ ബേസിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് വരും. ഇപ്പൊ പെർമനൻസ് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളാണ് എൻ്റെ കയ്യിൽ അസറ്റ് ഉണ്ടാവുക. In that context, land and building will be the first ones, because that you are going to own for a very long period. പിന്നെ debtors, അതായത് റിവേഴ്സ് ഓഫ് ദിസ് ലിക്വിഡിറ്റി, ക്ലോസിംഗ് സ്റ്റോക്ക്, ബാങ്ക് ആൻഡ് ക്യാഷ്. അപ്പൊ ക്യാഷ് നമ്മൾ അടുത്ത ദിവസം ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ എടുത്തു കൊടുക്കും. അപ്പൊ പെർമനന്റ് നേച്ചറിലുള്ളതാണോ? അല്ല, റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. You will not be using it for a very long time. Immediately നമ്മൾക്ക് യൂസ് ചെയ്ത് തീർക്കാവുന്നതാണ് അല്ലേ. സോ പെർമനൻസിന്റെ ബേസിലാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ലിക്വിഡ് ആയിരിക്കും ആദ്യം വരുന്നത്. അങ്ങനെ ഓർത്തോളുക. So these are the two ways in which you can present balance sheet. So based on any of this presentation technique നമ്മൾ ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യും, ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ പെർമനൻസോ ബേസിൽ. പൊതുവെ ബാലൻസ് ഷീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പെർമനൻസ് ബേസിലാണ്. അതായത് ഏറ്റവും കൂടുതൽ നാളെ നമ്മുടെ കയ്യിൽ നിൽക്കാൻ പോകുന്ന അസറ്റ് which cannot be easily converted into liquid assets ആയിരിക്കും ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത്, which is fixed asset. Then we move on to current assets ലെ ബാക്കി ഡെറ്റേഴ്സും സ്റ്റോക്കും ക്യാഷ് ആൻഡ് ബാങ്ക്, all those things. Yeah, അത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ I will talk about it, in what order we will write it then. ഇതാണ് അസറ്റ് സൈഡ്. So right hand side will be assets and amount, and left hand side will be liabilities and amount. Yeah? Liabilities and amount എന്ന് ഉദ്ദേശിക്കുന്നത് not only liabilities but also the starting point will always be the first contribution towards the business, which is capital. ആദ്യമേ capital ആണ്, then outside liabilities. അതും പെർമനൻസ് ബേസിൽ കൂടുതൽ നാളെ നമ്മുടെ കയ്യിൽ നിൽക്കാൻ പോകുന്ന ലൈബിലിറ്റി. അതിൽ ഏറ്റവും ആദ്യം എന്തായിരിക്കും? നോൺ കറന്റ് ലൈബിലിറ്റി. അതായത് നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ലോൺ എടുത്തു, അത് അടുത്ത വർഷം തന്നെ അടച്ചു തീർക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇറ്റ് ക്യാൻ ബി സ്പ്രെഡ് ഓവർ മെനി ഇയേഴ്സ്. സോ അതായിരിക്കും കുറേ നാൾ പെർമനന്റ് നേച്ചറിൽ നമ്മളുടെ കയ്യിൽ ലൈബിലിറ്റി ആയിട്ടുണ്ടാകും. സോ അതാദ്യം റെക്കോർഡ് ചെയ്യും. പിന്നെ ഉള്ളതായിരിക്കും കറന്റ് ലൈബിലിറ്റി, അതായത് ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്, എന്തെങ്കിലും എക്സ്പെൻസിന് പൈസ കൊടുക്കാനുണ്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ്. ആൻഡ് ദെൻ
then ultimately the checkpoint is that when you record everything, you should get the total of liability side and asset side to be equal. If not, it means that you have messed up somewhere. ഈ ഒരു ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് ആണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ തിയറി ഒക്കെ പഠിച്ചപ്പോൾ we had discussed one formula which is assets is equal to liability plus equity. ക്യാപിറ്റലിനെയാണ് മറ്റൊരു പേരായിട്ട് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഷീറ്റിന്റെ സ്ട്രക്ചർ നോക്കി, റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സ്, എല്ലാ അസറ്റിന്റെയും കൂടെ ടോട്ടൽ എന്താണോ അത് സ്പ്ലിറ്റ് ആയി കിടക്കുന്നത് ഔട്ട്സൈഡ് ലയബിലിറ്റീസിലും പ്ലസ് ഓരോ ആൾക്കാർ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അല്ലെ ഇക്വിറ്റിയിലും കൂടെ ചേർന്നാണ്. അങ്ങനെയാണ് ഫോർമുല വന്നിരിക്കുന്നത്. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. So always remember this formula. ഈ ഫോർമുല ആണ് നമ്മളുടെ ബേസ് for double entry system and for the accounting that we are learning now. So we have certain other points to discuss which will be forming part of adjustment ആയിട്ട് വരുന്നത്. ട്രയൽ ബാലൻസിൽ നമ്മൾക്ക് വരാൻ പോകുന്ന എക്സ്പെൻസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം പേ ചെയ്തത് എത്ര എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും പൊതുവെ നമ്മളുടെ കയ്യിൽ ട്രയൽ ബാലൻസിൽ ഉണ്ടാവാൻ പോവുക. പക്ഷേ some cases you might have incurred certain expenses but you wouldn't have paid for it. നമ്മൾ പേ ചെയ്ത് കാണില്ല. എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ചാർജ് എടുക്കാം. ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നത് നമ്മൾക്കൊക്കെ എല്ലാ 2 മാസവും കൂടുമ്പോഴാണ് അല്ലേ. സോ ഇമാജിൻ ഇലക്ട്രിസിറ്റി ചാർജ് വന്നത് ഫെബ്രുവരിയിലാണെന്ന് വെക്കാം. ഏറ്റവും അവസാനത്തേത് വന്നത് 28 ഫെബ്രുവരിയിലാണ്. നമ്മൾ കണക്ക് എന്ന് ക്ലോസ് ചെയ്യണം 31 മാർച്ച് 2020. അല്ലെങ്കിൽ ഫെബ്രുവരിനേക്കാളും കുറച്ച് ആപ്റ്റായിട്ട് നമുക്ക് ജനുവരി 31 തന്നെ എടുത്തു. ജനുവരി 31 ലാസ്റ്റ് ബില്ല് വന്നത്. അത് നമ്മൾ ഫെബ്രുവരിക്ക് അപ്പോൾ അടയ്ക്കുകയും തീർത്തു. ഇനി അടുത്ത 2 മാസവും കൂടെ നമ്മൾ യൂസ് ചെയ്തു അല്ലെ, ഫെബ് ആൻഡ് മാർച്ച്. അപ്പോൾ ആ യൂസ് ചെയ്തതിനും നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കണം. പക്ഷേ ഇമാജിൻ ദാറ്റ് ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾക്ക് 31/3 തന്നെ വന്നു. പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. എപ്പോഴും നമ്മൾക്ക് ഇങ്ങനത്തെ ബില്ലൊക്കെ വരുമ്പോൾ കുറച്ചൊരു പീരീഡ് കാണും, ഡ്യൂ ഡേറ്റ് കാണും. അതായത് 31 ബില്ല് ജനറേറ്റ് ചെയ്താലും പേ ചെയ്യാൻ ഒരു 10-15 ദിവസവും കാണും. അതായത് നമ്മൾ ശരിക്കും പേ ചെയ്യേണ്ടത് ഏപ്രിൽ 15 വെക്കുക. സോ certain companies or businesses would end up paying on that date. കാരണം ആ സമയം വരെ ഫണ്ട് എന്തെങ്കിലും വരാനുള്ളത് വെയിറ്റ് ചെയ്യുകയോ അങ്ങനെ എന്ത് കാരണം വേണമെങ്കിലും ആയിക്കോട്ടെ. എന്തുകൊണ്ട് നേരത്തെ നമ്മൾ അടയ്ക്കുന്നു, ആ സമയത്ത് നമ്മൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ആ പൈസ ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഒക്കെ ബിസിനസ് നടത്തിയെന്നിരിക്കും. നേരത്തെ അടച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇലക്ട്രിസിറ്റി ചാർജ് ഒക്കെ അടച്ചാൽ ഗവൺമെന്റ് നമ്മൾക്ക് റിബേറ്റോ ഡിസ്കൗണ്ട് ഒന്നും തരാൻ പോകുന്നില്ല. താമസിച്ച് അടച്ചാൽ നമ്മളുടെ കയ്യിൽ എക്സ്ട്രാ ചാർജ് വാങ്ങിക്കും. സോ വൈ ടു പേ 10 or 15 days earlier? Let us wait till 15th April അന്ന് നമ്മൾക്ക് പേ ചെയ്യാമെന്ന് ചില ബിസിനസ്സുകൾ ഓർത്തുന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ these electricity charges are incurred as an expense but not yet paid. അപ്പോൾ ഇതും ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നെന്നിരിക്കാം. These are expenses which are incurred but not yet paid, which means these are termed as outstanding expenses. അതായത് I am still liable to pay them and it is outstanding as on 31st March. Outstanding എന്ന് വെച്ചാൽ ഇനിയും പേ ചെയ്യാൻ. From my point of view, I still have to pay them. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാഷ് ഔട്ട് ഉണ്ടാവണം. അത് ഇതുവരെ നടന്നിട്ടില്ല, നടക്കാൻ സാധ്യതയുണ്ട്. So therefore, such expenses are termed as outstanding expenses. Then you will have certain situations like, for example, insurance charges. നിങ്ങൾ ഒരു LIC എടുത്തിട്ടുണ്ടെന്ന് വെക്കാം. അല്ലെങ്കിൽ LIC തന്നെയല്ല, ബിസിനസ് ആയത് കാരണം ഫയർ ഇൻഷുറൻസോ തീപിടുത്തം വന്നുണ്ടായ ഒരു അപകടം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞ് നമ്മൾക്ക് സ്റ്റോക്ക് നഷ്ടപ്പെട്ടാലും ഒക്കെ ഉള്ളതിന് വേണ്ടി നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തെന്ന് വെക്കാം. എന്താണെങ്കിലും നമുക്കൊരു ഫയർ ഇൻഷുറൻസ് തന്നെ ട്രീറ്റ് ചെയ്യാം. ഫയർ ഇൻഷുറൻസ് ഒക്കെ സാധാരണ എടുക്കുന്നത് 1 കൊല്ലത്തേക്കാണ്, 1 year. If you still cannot relate to it, many of you will already own
a two-wheeler. നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാണും two-wheeler-ഓ four-wheeler-ഓ. അതിന് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും ഒക്കെ അറിയാവുന്ന കാര്യമില്ല. അത് സാധാരണ നമ്മൾ എടുക്കുന്നത് ഒരു വർഷത്തേക്കാണ്. ഒരു വർഷം എന്നുള്ളത് എപ്പോഴും ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിനാവണമെന്നുണ്ടോ നിങ്ങൾ കാറ് വാങ്ങിക്കുന്നത്? ഇല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാറ് വാങ്ങിക്കും. അപ്പോൾ ഇമാജിൻ യു ആർ ബൈയിങ് ഇറ്റ് ഓൺ 1st August 2020. Yeah. And you are going to pay insurance from this day. അപ്പോൾ ഒരു വർഷത്തേക്കാണ് നമ്മൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നതെങ്കിൽ ഡ്യൂ എന്ന് വരെയാണ് അതിന്റെ കവറേജ് നമ്മൾക്ക് കിട്ടുന്നത്? ജൂലൈ 2021 31 തീയതി വരെ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് വണ്ടി വീണ്ടും റോഡിലേക്ക് ഇറങ്ങി ഓടിക്കണമെങ്കിൽ യു സ്റ്റിൽ ഹാവ് ടു ടേക്ക് ഇൻഷുറൻസ് അഗൈൻ, വിച്ച് മീൻസ് യു വിൽ ഹാവ് ടു ടേക്ക് അഗൈൻ ഇൻഷുറൻസ് ഓൺ 1st August 2021 to 31st July. ഇങ്ങനെ നിങ്ങൾ എത്ര നാൾ ആ വണ്ടി ഉപയോഗിക്കുന്നോ, നിങ്ങളുടെ പേരിലുണ്ടോ, അന്ന് വരെ നമ്മൾ ഈ ഇൻഷുറൻസ് എടുത്തുകൊണ്ടിരിക്കണം. നമ്മളുടെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ വർഷം മാത്രം ഒന്ന് ചിന്തിക്കുക. 1st August തൊട്ട് 31 July 2021 വരെയാണ് നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുത്തിരിക്കുന്നത്. നമ്മൾ പേ ചെയ്യാൻ പോകുന്നത് 12,000 ആണെന്ന് വെക്കുക. We are paying it for how many months? 12 months. But tell me, how many months fall within the financial year 2021? എന്താണ് ഈ 2021? ഏപ്രിൽ 1, 2020 തൊട്ട് മാർച്ച് 31, 2021. ഇതാണ് ഫൈനാൻഷ്യൽ ഇയർ 2021. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫൈനാൻഷ്യൽ ഇയർ 21-22. അപ്പോൾ ഈ പീരീഡിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആദ്യത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ കിടക്കുന്ന പീരീഡ് എത്ര മാത്രമാണ്? 1/8/2020 to 31/3/2021, which means എത്ര മാസം? 8 മാസം. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബൻ, മാർച്ച്. 8 months മാത്രമാണ് ഫൈനാൻഷ്യൽ ഇയർ 2021 വേണ്ടി നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തത്. ബാക്കി 4 മാസം അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള റിസ്ക് കവറേജിനാണ് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിരിക്കുന്നത്. സോ therefore, on the basis of accrual concept and on the basis of the concept that for every revenue that you're going to generate, ആ വർഷം അതിനു വേണ്ടി ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകൾ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് വെച്ച് ഒരു വർഷത്തിന്റെ പരിധിയിൽ വരുന്നതെല്ലാമാണ് ബുക്സിൽ കാണിക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ we can understand that 12,000 paid for 12 months cannot be fully recorded as an expense in current year. Why? Because you actually have spent only 8 months in the പ്രീമിയം. അതായത് 12,000 പ്രീമിയം 12 മാസത്തേക്കാണെങ്കിൽ 8 മാസത്തേക്ക് എത്രയായിരിക്കും പ്രീമിയം? 8,000 rupees is only the amount that you have paid towards current year's insurance premium charges. So then only that 8,000 should be recorded as my expense. So what about the other 4,000? Other 4,000 നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, പക്ഷെ അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യോ? ഇല്ല. Then comes the concept of something called prepaid expenses. That is, you have paid in advance an expense which you ideally would have to pay only in the following period, അല്ലെ following year. ഇൻഷുറൻസ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അല്ല ഇത് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഒരു വർഷത്തെ പ്രീമിയം നമ്മൾ അടയ്ക്കണം. That is different. I'm talking about from the business point of view. അടുത്ത വർഷം കൊടുക്കേണ്ടിയിരുന്ന എക്സ്പെൻസ് ഞാൻ നേരത്തെ കൊടുത്തു, വിച്ച് മീൻസ് ഐ ഹാവ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അതിനെ നമ്മൾ പ്രീപെയ്ഡ് എന്ന് പൊതുവെ വിളിക്കും. ഇനി എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് വേണമെങ്കിലും പറയാം. So these are two concepts you have to remember, because based on these two situations that come up in your problems, you will have to record expenses in P&L account accordingly. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഈ വർഷം എക്സ്പെൻസ് ഞാൻ ഇൻകർ ചെയ്തു, ഇതുവരെയും കൊടുത്തിട്ടില്ല, അല്ലെ, പേ ചെയ്തിട്ടില്ല. സോ ഇഫ് ദിസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് is given as part of your adjustments, then it means you have two effects to it. What are the two effects? ഏത് എക്സ്പെൻസ് ആണോ എന്ന് നോക്കി. ഇപ്പൊ ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ പറഞ്ഞത്, അപ്പൊ ഇലക്ട്രിസിറ്റി ചാർജസ്, അപ്പൊ അതിന് നമ്മൾ ഒരു എൻട്രി എഴുതും. ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ്. എമൗണ്ട് എത്രയാണ്? 1,000 to electricity
charges outstanding. 1000. And this electricity charges will get transferred to profit and loss account because it is an expense. 1000 P&L-ലേക്ക് പോകും. അപ്പോൾ ഈ എക്സ്പെൻസിന്റെ എഫക്റ്റ് നമ്മൾ P&L-ലേക്ക് കാണിച്ചു. പക്ഷേ ഇനി ഒന്നും കൂടെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഈ ലെഡ്ജർ P&L-ലേക്ക് പോകും. പക്ഷെ എന്ത് കിടപ്പുണ്ട്? ഇലക്ട്രിസിറ്റി ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ്, വിച്ച് ഇസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അതായത് ഇനിയും നമ്മൾ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ലയബിൾ ആണ്. That means it is a liability. It will be taken to balance sheet under liability. Yeah. The next is prepaid expenses. So അതാണ് രണ്ട് എഫക്റ്റ്. P&L-ലേക്ക് electricity expense add ആവും and same amount will be shown under balance sheet as an outstanding liability. Now what about prepaid expenses? Prepaid expenses എന്ന് വെച്ചാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മളുടെ എക്സ്പെൻസിനകത്ത് ആ എൻട്രി കയറി പോയി കാണും. വെൻ യു പെയ്ഡ് നമ്മൾ ഇൻഷുറൻസ് ചാർജസ് എന്ന് പറഞ്ഞായിരിക്കും പേയ്മെന്റ് കാണിച്ചിട്ടുണ്ടാവും. ഇൻഷുറൻസ് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് 12,000 ടു ബാങ്ക് ഓർ ക്യാഷ് 12,000 അല്ലേ? ഇതാണ് അപ്പോൾ ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ടാവുക. നൗ ഔട്ട് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായിട്ട് വി ആർ ഗിവൻ ദ ഇൻഫർമേഷൻ ദാറ്റ് 4 മാസത്തെ ഇൻഷുറൻസ് ചാർജ് പ്രീപെയ്ഡ് ആയിരുന്നു എന്നുള്ളത്. സോ ഹൗ വിൽ യു ട്രീറ്റ് അബൌട്ട് ഇറ്റ്? ദിസ് ഈസ് ഇൻ ട്രയൽ ബാലൻസ്. സോ ഹൗ വിൽ യു ട്രീറ്റ് ദാറ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്? It is no longer my expense, 4,000. So what I should do? I should remove from the ledger. It is already being shown as expense. So ആദ്യമേ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് ചാർജിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ 4,000 രൂപയാണ് ക്രെഡിറ്റ് ചെയ്തത്, കാരണം ബാക്കി 8,000 എൻ്റെ എക്സ്പെൻസ് തന്നെയാണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സോ ഇൻഷുറൻസ് ചാർജിനെ ക്രെഡിറ്റ് ചെയ്യുക. ആരെ ഡെബിറ്റ് ചെയ്യും? I will debit prepaid insurance charges because it's an asset for me. Why is it an asset for me? I have paid in advance, so next year I can use to settle my liability arising then. So till then it is my asset because I have paid in advance. So prepaid insurance charge ingane kadakkum. ഇനി ഈ രണ്ട് എഫക്റ്റും എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഇൻഷുറൻസ് ചാർജിനെ അപ്പം ബാക്കി P&L അക്കൗണ്ട് 8,000 രൂപ ഇൻഷുറൻസ് ചാർജ് ആക്കി നമ്മൾ P&L-ലേക്ക് കാണിക്കും. സോ വിച്ച് മീൻസ് ഈ 4,000-ന്റെ എഫക്റ്റ് എന്താ, എങ്ങനെ നമ്മൾ കാണിച്ചു? P&L-ലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡെബിറ്റ് 12,000 ചെയ്യുന്നതിന് പകരം 4,000 കുറച്ചിട്ട് 8,000 കാണിച്ചോളൂ. സോ ഡെബിറ്റ് കുറഞ്ഞെന്നോ അല്ലെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്ത രീതിയിൽ കാണിച്ചു, എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യും. സോ P&L എഫക്റ്റ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇനി ഒരു ലെഡ്ജറും കൂടെ അങ്ങനെ ബാക്കിയുണ്ട്. ഏതാണ്? പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ദാറ്റ് വിൽ ബി ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് ആസ് ആൻ asset. Yeah. Now similar way you will come across incomes. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം എക്സ്പെൻസിനെ കുറിച്ചാണ് അല്ലേ? ഇൻകംസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് നിങ്ങൾക്ക് 1,000 രൂപ തരേണ്ട ആള് 1,500 രൂപ കൊണ്ട് തന്നു. Just because he has given you extra, can you treat it as an income in the current year? No. അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ളത് അയാൾ നേരത്തെ കൊണ്ട് തന്നതായിരിക്കും. So 500 രൂപ is my income received in advance. How will you treat it? This income received in advance should be taken to reduce my income in trading and P&L, as the case may be. Trading ആണോ P&L ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. Reduce income in trading and P&L ആദ്യത്തെ എഫക്റ്റ്. കാരണം ഈ വർഷം വരേണ്ട ഇൻകം മാത്രമേ, അതായത് 1,000 രൂപ മാത്രമേ ഞാൻ P&L-ലേക്കോ ട്രേഡിങ്ങിലേക്കോ ഇൻകം ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. That is one effect in P&L or trading. The second effect, it is an income received in advance. എനിക്ക് ഇതുവരെ കിട്ടേണ്ട ഒരു കാര്യമല്ല, കിട്ടാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ. സോ എന്ന് വേണമെങ്കിലും അയാൾ വന്ന് തിരിച്ചു ചോദിച്ചാൽ ഇത് ഞാൻ തിരികെ കൊടുക്കേണ്ടി വരും അല്ലേ? So therefore it means that it is a liability. കാരണം അയാൾ എന്ന് ചോദിച്ചാലും ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. Till the date it actually becomes my income. So therefore income received in advance will be shown in balance sheet as a liability. So that is the second effect of it. Now another scenario. Another scenario is income earned but not yet received, provided it is not already shown in debtors. നമ്മൾ കാണിച്ചിട്ടില്ല.
ഇപ്പോൾ ഓർക്കുക, ബാങ്കിലെ ഒരു FD ആണെന്ന് ഓർക്കുക. ബാങ്കിലെ FD നിങ്ങൾക്ക് തന്നെ എത്ര പെർസെൻറ്റേജിലാണ് ഇട്ടിരിക്കുന്നതെന്ന് അറിയാം. അപ്പം നിങ്ങൾക്ക് തന്നെ കമ്പ്യൂട്ട് ചെയ്യാം 31 മാർച്ച് ആകുമ്പോൾ എത്ര ഇൻകം എനിക്ക് കിട്ടണമെന്നുള്ളത്. അപ്പോൾ ഇമാജിൻ ദാറ്റ് ഇസ് 1000 rupees. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് ഇത്രയാണെന്ന് അറിയാം, പക്ഷെ 31 മാർച്ചിന് ബാങ്ക് അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്ത് തന്നില്ല. Which means it is an income which I have earned. എനിക്ക് കിട്ടേണ്ട അവകാശമുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. That is termed as accrued income. So how will you record for it? The two-way effect of it, you will record it as accrued income account debit to income account. സോ P&Lലേക്ക് എങ്ങനെ എഫക്റ്റ് വരും? ഈ ഇൻകം അക്കൗണ്ട് എടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച ട്രയൽ ബാലൻസിലെ ഇൻകവും ഇതും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് P&Lൽ വരുന്ന എഫക്റ്റ്. രണ്ടാമത്തേതോ, അക്രൂഡ് ഇൻകം എന്ന് പറയുന്ന ലെഡ്ജർ ഇപ്പോഴും ഓപ്പൺ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഗോയിങ് ടു balance sheet as an asset because I am eligible to get it. I have not yet received this. So till I receive it in cash or in bank, I will say it as my asset. Since I have control over it, I have the rights to receive economic benefits out of that income. Yeah? So these are some of the things you will have to remember. ഇനി വഴിയെ നിങ്ങൾ കുറച്ച് problems ചെയ്യുമ്പോൾ we will come across certain other things also. Bad debts. ഈ bad debts നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Bad debts and provision for bad debts. Bad debts ചിലപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തെന്നിരിക്കാം. അങ്ങനെ റെക്കോർഡ് ചെയ്തതാണെങ്കിൽ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെയാണെങ്കിൽ എൻട്രി എന്തായിരിക്കും? Bad debts account debit. It's a loss, so I have to debit it and I will credit whom? Debtor, because I cannot expect him to pay that money anymore. He has already become bad debt. ഇനി അയാൾ തരില്ലെന്ന് നമ്മൾക്ക് ഉറപ്പായി. അപ്പോൾ ട്രയൽ ബാലൻസിന് മുൻപ് ഇത് ചെയ്തെന്നിരിക്കാം. അപ്പോൾ ഡെറ്റർ ബാലൻസ് കുറഞ്ഞു, ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞൊരു ലോസും വന്നു. ഇത് രണ്ടും ട്രയൽ ബാലൻസിന് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ബാഡ് ഡെറ്റ് ഡെബിറ്റ് സൈഡിൽ വരും, ഡെറ്റേഴ്സും ഡെബിറ്റ് സൈഡിൽ വരും, പക്ഷെ റെഡ്യൂസ്ഡ് എമൗണ്ട് ആയിരിക്കും. ആ ഡിക്രീസും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. So trial balance ഉള്ളിൽ തന്നെയാണെങ്കിലോ bad debt will be merely taken to P&L and debtors will go to balance sheet. But what if bad debts is given as an adjustment, out of book adjustment ആയിട്ട് തന്നിട്ടുണ്ടെങ്കിലോ, then same effects you have to bring into books. എന്തൊക്കെയാണ്? bad debt എന്ന് പറയുന്ന ledger P&L നെ affect ചെയ്യണം as a loss and it also should result in a reduction in debtors balance because I cannot expect him to pay anymore. So if trial balance ന് വെളിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ എൻട്രിയുടെ എഫക്റ്റ് നമ്മൾ കൊണ്ടുവരണം. ഒന്ന്, P&Lലേക്ക് നമ്മൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. രണ്ട്, ഇതേ ബാഡ് ഡെറ്റ് ഡെറ്ററിന്റെ ബാലൻസിൽ നമ്മൾ അസറ്റ്സ് എഴുതുമ്പോൾ കുറച്ച് കാണിക്കും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ആയിക്കോളും. ഇനി എന്താണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്? ബാഡ് ഡെറ്റ്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ബാഡ് ഡെറ്റ് ഇസ് സംതിങ് which you are sure 100% that it has turned bad. അതായത് അയാൾ തരില്ല എന്ന് ഉറപ്പായി, അയാൾ കള്ളത്തരം കാണിച്ച് ഓടിപ്പോയി, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു ഇനി ആ പൈസ കിട്ടില്ല എന്ന്. അതാണ് ബാഡ് ഡെറ്റ്. ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സോ, നിങ്ങൾ ചിലപ്പോൾ സാധനങ്ങൾ വിറ്റിരിക്കുന്ന ഒരാളെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും അറിയാം, അയാൾക്ക് കുറെ കടങ്ങളുണ്ട്, അയാളെ ഇൻസോൾവെന്റ് ആക്കി അല്ലെ പാപ്പര് ഹർജി കൊടുത്ത് പാപ്പരാക്കിയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇപ്പോൾ അനിൽ അംബാനിയൊക്കെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുക. സോ നിങ്ങളുടെ ഫാമിലി മെമ്പർ പറയാണ് ഇന്ന ആള് ഓൾമോസ്റ്റ് കടമെല്ലാം വന്ന് സ്വത്തെല്ലാം തീർന്നു, അയാൾക്ക് ഇനി പൈസ ഒന്നും ആർക്കും കൊടുക്കാനുള്ളത് തിരിച്ചില്ല, അയാൾക്ക് ജീവിക്കാനുള്ള കാശ് പോലും ഇല്ല എന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ഫാമിലി മെമ്പറിൽ ഒരാൾ നിങ്ങളോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഡെറ്ററിന് ശരിക്കും നിങ്ങൾ 1 ലക്ഷത്തിന്റെ സാധനം കൊടുത്തിരുന്നു. അപ്പൊ അയാളുടെ കയ്യിൽ നിങ്ങൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ 1 lakh ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് യു നോ ദാറ്റ് ടു സം എക്സ്റ്റെന്റ് നിങ്ങളുടെ ഫാമിലി മെമ്പർ വന്ന് പറഞ്ഞ കാര്യം സത്യമാകാം. അങ്ങനെ സത്യമായെങ്കിൽ അയാൾ 1 ലക്ഷം രൂപ നമ്മൾക്ക് തരില്ല. ചിലപ്പോൾ മുഴുവനും തരാൻ പറ്റില്ലെന്നിരിക്കും, ചിലപ്പോൾ കുറച്ചേ തരാൻ പറ്റാതിരുന്നുള്ളെന്നിരിക്കും. പക്ഷെ നിങ്ങൾക്കത് ഷുവർ അല്ല until it has happened. So for such things which you have a doubt that it might turn bad,
നിങ്ങൾ എന്ത് ചെയ്യാണ്, ബാഡ് ഡെറ്റ് ആയിട്ട് ഇപ്പോൾ എഴുതി തള്ളുന്നില്ല, പക്ഷെ ഭാവിയിൽ ബാഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കൊരു സംശയമുള്ളത് കാരണം ഐ ആം ക്രിയേറ്റിംഗ് എ പ്രൊവിഷൻ ഫോർ ഇറ്റ്. അതായത് ഭാവിയിൽ ഇങ്ങനെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഇന്ന് തൊട്ട് എനിക്ക് അറിയാവുന്ന കാരണം അതിനു വേണ്ടി ഞാനൊരു പ്രൊവിഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് എൻ്റെ ബുക്സിലെ ലാഭത്തിൽ നിന്ന് ഞാൻ ഒരു പരിധി വരെ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ബെയർ ചെയ്യാൻ, അതിനെയാണ് ഈ പ്രൊവിഷൻ എന്ന് വിളിക്കുന്നത്. So I can also create a provision for doubtful debts, which is not yet actually turned bad, but it can turn into a doubtful debts, or which can turn into a bad debts in future. In such cases, you will create provision for doubtful debts. So what will be the entry that you will pass for provision for doubtful debts? Bad debts ആയിട്ട് തന്നെ നമ്മൾ അതിനെ കാണിക്കല്ലേ, bad debt account debit to provision for doubtful debts എന്നായിരിക്കും നമ്മൾ എൻട്രി എഴുതാൻ പോകുന്നത്. മീനിങ് ടു സേ വി ആർ സേയിങ്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊവിഷൻ എന്ന് തന്നെ വേണമെങ്കിലും നമ്മൾക്ക് എഴുതാം, ഒരു തെറ്റുമില്ല. So what are we going to do if this is the journal entry? Bad debt എന്ന് പറയുന്നത് നമ്മൾ P&L-ലേക്ക് കാണിക്കും. അതായത് പ്രൊവിഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മറ്റൊരു ലെഡ്ജറും കൂടെ ഉപയോഗിച്ച് എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ബാഡ് ഡെറ്റിനെ ക്ലോസ് ചെയ്യും. സോ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ ഈ പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ എഫക്റ്റ് P&L-ലേക്ക് ഡെബിറ്റ് പോകും. ദാറ്റ് ഇസ് P&L എഫക്ട്. രണ്ടാമത്തേതോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഇസ് എ പ്രൊവിഷൻ യു ആർ പ്രൊവൈഡിങ് ഔട്ട് ഓഫ് യുവർ പ്രോഫിറ്റ്സ് which is part of a liability. So balance sheet-ൽ ഇതിനെ നിങ്ങൾ ലയബിലിറ്റിയുടെ കൂട്ടത്തിൽ ഈ പ്രൊവിഷൻസിനെ കാണിക്കും. ഇനി രണ്ടാമത്തെ കേസ് ഈ ഒരു എൻട്രി വരാതെ, അതായത് ഈ ഫസ്റ്റ് എൻട്രി എഴുതാതെ ഡയറക്ട്ലി P&L അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? P&L-ൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് കാണും, അതാണ് P&L-ലേക്ക് പോകുന്ന എഫക്റ്റ്. ആൻഡ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിനെ ബാലൻസ് ഷീറ്റിലേക്ക് ലയബിലിറ്റി ആയിട്ടും കൊണ്ടുപോകും. ദിസ് ഇസ് ഹൗ യു വിൽ പ്രസന്റ്. ആൻഡ് അൾട്ടിമേറ്റ്ലി വെൻ യു ഷോ ദ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് കാണിക്കുമ്പോൾ നിങ്ങൾ ഈ എൻട്രി വേണമെങ്കിലൊന്നും ഇപ്പൊ ഡൗട്ട് ആണെങ്കിൽ യു ക്യാൻ ഇഗ്നോർ ദിസ് ഓൾസോ, ബട്ട് സംടൈംസ് യു മൈറ്റ് കം അക്രോസ് ദിസ് എൻട്രി ഓൾസോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ ടൈപ്പ് എൻട്രി മാത്രം നിങ്ങൾ ഓർത്താലും മതി, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. നൗ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് കാണിക്കുന്നു. ഇമാജിൻ ഓൾറെഡി മറ്റൊരു ഡെറ്റർ ബാഡ് ആയി പോയി, അപ്പോൾ അത് നമ്മളുടെ ബാലൻസിൽ നിന്ന് കുറയ്ക്കണം അല്ലേ. പ്രൊവൈഡഡ് ദിസ് ബാഡ് ഡെറ്റ്സ് വാസ് ഫൗണ്ട് ഔട്ട് ആഫ്റ്റർ ട്രയൽ ബാലൻസ് സ്റ്റേജ് ആണ് ഞാൻ പറയുന്നത്. സോ ട്രയൽ ബാലൻസിന് ശേഷം ഒരു ബാഡ് ഡെറ്റ്, ഉറപ്പായ ഒരു ബാഡ് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് എഴുതുമ്പോൾ ആ ബാഡ് ഡെറ്റ്സ് കുറയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ടാണ് മറ്റൊരു ഡെറ്റർ ഇങ്ങനെ പാപ്പരാകാൻ സാധ്യതയുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടില്ലെന്ന് പറഞ്ഞു, അയാൾക്ക് വേണ്ടി നമ്മളൊരു പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്തു. ആ പ്രൊവിഷനും വേണമെങ്കിൽ ഈ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിലോ ദിസ് പ്രൊവിഷൻ അലോൺ യു ക്യാൻ ഷോ അണ്ടർ ലയബിലിറ്റി സൈഡ്. പ്രൊവിഷൻ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നതും ഏത് ലെഡ്ജറിന് വേണ്ടിയാണോ ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് അതിൽ നിന്ന് കുറച്ച് കാണിക്കുന്നതും ഏത് അപ്രോച്ച് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അൾട്ടിമേറ്റ് എഫക്റ്റ് ഒന്നാണ്. പക്ഷെ ബാഡ് ഡെറ്റ് ഔട്ട്സൈഡ് ബുക്സിൽ ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡെറ്ററിന്റെ ബാലൻസിൽ നിന്ന് കുറയ്ക്കുക തന്നെ ചെയ്യാം. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് എ ലയബിലിറ്റി, ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ്. നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞു, നിങ്ങളത് സഹിച്ചു കഴിഞ്ഞു. അപ്പൊ ഡെറ്റർ ബാലൻസ് കുറയ്ക്കുക എന്നുള്ളത് ബാഡ് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ട്രയൽ ബാലൻസ് ഇറ്റ് ഇസ് മാൻഡേറ്ററി, ബട്ട് നോട്ട് ഇൻ ദ കേസ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ദാറ്റ് ക്യാൻ ഈവൻ ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് or it can be shown as a deduction from debtors account. Whichever is comfortable for you or whichever you feel is correct, you can go ahead and do that. Yeah, then we have to remember the abnormal loss situation and sale of goods on approval or
റിട്ടേൺ ബേസിസ്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്. സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ് ഓൾറെഡി ഡീറ്റെയിലി എടുത്തതാണ്. സോ യു ഷുഡ് നോ ബൈ now. Now abnormal loss I believe we have covered in inventories and consignment chapter. പക്ഷെ to again brush it up, abnormal loss is something which doesn't generally happen on a daily basis for any business. നിങ്ങൾക്ക് മാത്രം once in a while നടക്കുന്ന ഒരു നഷ്ടമാണ്. ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ സാധനങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ വെള്ളപ്പൊക്കം വന്നോ, തീ പിടിച്ചോ, നിങ്ങളുടെ സ്റ്റോക്ക് നശിച്ചു, അങ്ങനെ വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു നഷ്ടമാണ്. അത് എല്ലാ ഒരു ബിസിനസ്സിൽ ചെയ്യുന്ന എല്ലാവർക്കും വരണമെന്നില്ല. ഞാനിപ്പോൾ പച്ചക്കറി ആണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ പച്ചക്കറി കൊണ്ടുവരുന്ന സമയത്ത് ആ ട്രക്ക് ആക്സിഡന്റിൽ പെട്ടു. തൊട്ടടുത്ത് വേറൊരു പച്ചക്കറി കടക്കാരനും ഉണ്ട്. അയാളും ഇതേപോലെ ഒരു ട്രക്കിൽ നിന്നാണ് സാധനങ്ങൾ വരുന്നത്. അയാളുടെ ട്രക്ക് അപകടത്തിൽ പെടണമെന്ന് ഒരു നിർബന്ധമില്ല. സോ സെയിം ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് പോലും ഒരേപോലെ ഈ ലോസ് വരണമെന്നില്ല. ദിസ് ഇസ് സംതിങ് വിച്ച് ഹാപ്പൻസ് വൺസ് ഇൻ എ വൈൽ. ബട്ട് നോർമൽ ലോസോ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്താൽ ആ ലോസ് വരുമെന്നുള്ള കാര്യം നമ്മൾക്ക് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയുള്ളതാണ് normal loss. So for normal loss we say that it can get adjusted within my gross profit because it is generally going to come for any person entering into that business. So normal loss gross profit ne affect cheyyunnonde tettilla, but abnormal loss should never affect my gross profit ennanu parayunnathu because it doesn't happen regularly. It happens once in a while. So therefore it shouldn't affect the normal profit that I generally show as I am going to earn out of doing business on a normal business condition. So for that reason, trading account, I repeat, trading account, ഞാനിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം കാണിക്കുന്നതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതിയാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ abnormal loss should be credited after sales if at all it is there by abnormal loss. Now why it is done? Because as we said, it is something which happens once in a while. So therefore it shouldn't affect the gross profit which I am trying to project, saying that എനിക്ക് സാധാരണ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത് ഈ ഗ്രോസ് പ്രോഫിറ്റ് ആണ് എന്നുള്ളതിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ബിക്കോസ് അബ്നോർമൽ ലോസ് ആയത് ഒറിജിനലി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ എൻ്റെ പർച്ചേസസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്ന സ്റ്റോക്കാണ് എനിക്ക് അബ്നോർമലി നഷ്ടമായത്. സോ കോസ്റ്റ് എല്ലാം ഡെബിറ്റ് സൈഡിൽ കിടപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, നിങ്ങൾ എന്ത് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്കിനെ ക്രെഡിറ്റ് ചെയ്ത് കോസ്റ്റ് എലിമിനേറ്റ് ചെയ്തു. അതേപോലെ തന്നെ അബ്നോർമൽ ലോസിനെ നമ്മൾ ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റിൽ കൊടുക്കുകയാണ്. Thus we are eliminating the entire effect of abnormal lossന് വേണ്ടി ഉണ്ടായിരുന്ന ആ കോസ്റ്റ് പ്രൈസ് ട്രേഡിങ്ങിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. So you should credit at what price? You should credit at cost price. So that is one aspect. Now cost price credit ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണി തീർന്നു ഇല്ല. Ultimately it is a loss. The only thing we are trying to say is it shouldn't affect my gross profit, but it should affect my net profit because ultimately it's a loss. ഞാൻ 1000 രൂപ മുടക്കിയാണ് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചത്. ആ സ്റ്റോക്ക് നഷ്ടപ്പെട്ടാൽ 1000 രൂപ എൻ്റെ നഷ്ടമായി. സോ നഷ്ടം ഞാൻ റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റിന്റെ എഫക്റ്റ് ആയിട്ടല്ല, നെറ്റ് പ്രോഫിറ്റിന്റെ എന്നാണ് നമ്മൾ അബ്നോർമൽ ലോസിനെ കുറിച്ച് പഠിക്കുന്നത്. So therefore in P&L I will debit abnormal loss. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 1000 ആണ് കോസ്റ്റ് എന്ന് വെക്കാം. 1000 രൂപയാണ് ഞാൻ ഡെബിറ്റ് ചെയ്തത്. But imagine as a precautionary step I had taken an insurance claim. ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നഷ്ടം വന്നതിന് എനിക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു ക്ലെയിം കിട്ടി 200 രൂപ. So that is an indirect income അല്ലെ. 200 രൂപ ക്ലെയിം കിട്ടി. എന്തിനു വേണ്ടിയാണ് കിട്ടിയത്? ഈ ഒരു അബ്നോർമൽ ലോസ് വന്നതിന് കാരണം. സോ ആക്ച്വൽ ലോസ് ഓഫ് ദിസ് സ്റ്റോക്ക് ഇസ് only 800 because 1000 രൂപ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയായിരുന്നെങ്കിലും എനിക്ക് 200 രൂപ ഇൻഷുറൻസ് കമ്പനി തിരികെ തന്നിട്ടുണ്ട്. which means my net loss is only 800. So അതിനെ ഇങ്ങനെ ഒന്നെങ്കിൽ പ്രസന്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ you can present in this manner to abnormal loss എന്ന് എഴുതുന്നത്
you can record at the price which is actually a loss to the business. അതായത് 800. ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും പൈസ തരുന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് അബ്നോർമൽ ലോസിനെ നിങ്ങൾക്ക് ഡെബിറ്റ് ചെയ്യാം. ബട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഈ ഒരു സെയിം എക്സാമ്പിളിൽ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്ന എത്രയാണ്? 1000. ബിക്കോസ് ഐ ഹാവ് ടു എലിമിനേറ്റ് ദ കോസ്റ്റ് പ്രൈസ് ദാറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെബിറ്റ് സൈഡ്. അതുകൊണ്ട് 1000 തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് മാറ്റും ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന്. പക്ഷെ പി ആൻഡ് എല്ലിലേക്ക് ഡെബിറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒറ്റ ഒരു ലൈൻ ഐറ്റത്തിൽ 800 എന്ന് കാണിക്കാം, അല്ലെങ്കിൽ ആ എലിമിനേറ്റ് ചെയ്ത കോസ്റ്റ് തന്നെ ഡെബിറ്റിൽ കാണിച്ചിട്ട് അതിന് അഗൻസ്റ്റ് കിട്ടിയ ഇൻഷുറൻസ് ക്ലെയിം നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം പോലെ പി ആൻഡ് എല്ലിൽ ക്രെഡിറ്റിൽ കാണിക്കുക. സോ അൾട്ടിമേറ്റ്ലി ദ എഫക്റ്റ് ഇസ് അബ്നോർമൽ ലോസ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഇസ് ആൻ ആക്ച്വൽ ലോസ് ടു ദ ബിസിനസ്. സോ ഹൗ ആർ വി ഗോയിങ് ടു record this as a journal entry? Abnormal loss account debit. നമ്മൾ ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത കാര്യം ഞാൻ എൻട്രി ആയിട്ട് എഴുതുന്നതാണ്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗിൽ വന്ന ക്രെഡിറ്റിനാണ് ഈ ജേർണൽ എൻട്രി. ദെൻ അടുത്തത് എന്തായിരുന്നു? അബ്നോർമൽ ലോസിനെ നമ്മൾ പി ആൻഡ് എല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ടു abnormal loss 1000. And insurance claim ന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 200 ടു ഇൻഷുറൻസ് ക്ലെയിം എന്നോ ഇൻഷുറൻസ് കമ്പനി എന്നോ ആയിരിക്കും. ആ ഇൻഷുറൻസ് ക്ലെയിമിനെ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിന്ന് നമ്മൾ എഴുതിയതിനെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? വി ട്രാൻസ്ഫർ ഇറ്റ് ടു പി. Yeah. So these are the entire effect. ഈ ബാങ്ക് ടു പി ആൻഡ് ഇൻഷുറൻസ് ക്ലെയിം അഡീഷണൽ എൻട്രി ആണ്. അത് ബാങ്കിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അത് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫുൾ സ്ട്രക്ചർ എഴുതിയപ്പോൾ അല്ലെ ഫുൾ ജേർണൽ എൻട്രിയുടെ ലിസ്റ്റ് എഴുതിയത് കൊണ്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങൾ അധികം ബോധേഡ് ആവേണ്ട. ഈ 3 ജേർണൽ എൻട്രി ആണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ദീസ് തിങ്സ് ഗെറ്റ് അഫക്റ്റഡ് ഇൻ മൈ ട്രേഡിംഗ് ആൻഡ് പി ആൻഡ്. സോ നോക്കിയാൽ അബ്നോർമൽ ലോസ് ലെഡ്ജർ ക്രോസ് ഔട്ട് ആയി പോകും. ഒരു ഡെബിറ്റും ഉണ്ട് ഒരു ക്രെഡിറ്റും ഉണ്ട്. സോ ക്രോസ് ഔട്ട് ആയി പോയി. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന് 1000 ക്രെഡിറ്റ് വന്നു, പി ആൻഡ് എല്ലിന് 1000 ഡെബിറ്റ് വന്നു, പക്ഷെ പി ആൻഡ് എല്ലിന് ഒരു 200 ക്രെഡിറ്റും വന്നിട്ടുണ്ട്. അങ്ങനെ 800 ട്രീറ്റ്മെന്റ്. സോ ഇതാണ് ജേർണൽ എൻട്രി ഫോർ abnormal loss if it occurs in a business. Now what about a normal loss? If a normal loss is occurring in a business, you just have to ignore. അതായത് ഒന്നും ട്രീറ്റ് ചെയ്യാതെ കാണിച്ചാൽ മതി. ഒന്നും കാണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഗ്രോസ് പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ആയിക്കും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റിൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുന്നത് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ. You can see that നോർമൽ ലോസ് ആയതാണെങ്കിലും നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിലോ പർച്ചേസിലോ ഇതൊക്കെ വാങ്ങിച്ച സാധനങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. സോ ഇഫ് യു ഡോണ്ട് റെക്കോർഡ് എനിത്തിങ്, only the cost is recorded on trading account. അത് നമ്മൾക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല, അപ്പം നമ്മൾ ക്രെഡിറ്റിലൊന്നും എഴുതിയിട്ടില്ല, അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. വെറുതെ സൈലന്റ് ആയി ഇരുന്നാൽ തന്നെ ആ നോർമൽ ലോസിന് വേണ്ടിയുള്ള കോസ്റ്റ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. സോ റിസൾട്ട് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഗ്രോസ് പ്രോഫിറ്റിൽ ഈ കോസ്റ്റിന്റെ എഫക്റ്റും കൂടെ വന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രോഫിറ്റ് മാത്രമേ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുകയുള്ളൂ. സോ വിച്ച് മീൻസ് ഇഫ് normal loss, you can just ignore the statement. Even then you will have a gross profit after adjusting that normal loss. You don't have to do anything evidently. It automatically gets adjusted by you keeping silent about it. Yeah, so that is how you will treat normal loss. ഇനി മറ്റൊരു കാര്യം, പി ആൻഡ് എല്ലിൽ അവസാനം കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്, net profit. Yeah, it is the profit of the business person who has invested his cash. So therefore, in a sole proprietorship business, the net profit will be added on to the balance sheet capital ഐറ്റത്തിലേക്ക് ആഡ് ആവും. സോ ക്യാപിറ്റൽ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തതെല്ലാം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പി ആൻഡ് എല്ലിൽ നിന്ന് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആഡ് ആവും. നെറ്റ് ലോസ് ആണെങ്കിൽ കുറയ്ക്കും. എന്നിട്ട് റിസൾട്ട് ആയിരിക്കും നമ്മൾ ഔട്ടർ കോളത്തിൽ ക്യാപിറ്റൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്.
What about drawings? Drawings is you have invested something into the business, that is treated as a capital. When you withdraw it back, that is treated as a drawings. So even though you transfer it something to drawings, നമ്മൾ drawings എന്ന് പറഞ്ഞായിരിക്കും entry എഴുതുന്നത്. Drawings account debit to bank എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി അറ്റ് ഇയർ എൻഡ് ഈ ഫുൾ ഡ്രോയിങ്സ് കൂടെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഈ ഡ്രോയിങ്സും കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ മാത്രമേ അയാൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഇഫ് ദർ ഇസ് എനി ഡ്രോയിങ്സ് ദാറ്റ് ഓൾസോ വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ്. So these are few things which you will have to remember. Any depreciation, അങ്ങനെ ഓരോ റിസർവ്, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ പറയാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പോയിന്റ്സും വിച്ച് വി ഹാവ് ടു റിമെമ്പർ ഇൻ ട്രേഡിംഗ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പ്രോബ്ലത്തോടു കൂടി ഓരോ പുതിയതായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇവിടെ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും പോയിന്റ്സ് സ്പെസിഫിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ we will discuss it when we are taking up a problem. So if you remember, ഏറ്റവും ആദ്യം പഠിച്ച ബേസിക്സും നമ്മൾ ത്രൂ ഔട്ട് ഇത്രയും ക്ലാസ്സസ് ആയിട്ട് പഠിച്ച പല ചാപ്റ്ററിൻ്റെ ഇംപ്ലിക്കേഷൻസും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വെരി ഈസിലി നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നോൺ മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ്. ഈ ഫോമാറ്റ് ഒക്കെ കുറച്ചേ ഉള്ളൂ. ത്രൂ ഔട്ട് യുവർ ലൈഫ് യു ആർ ഗോയിങ് ടു ഫോളോ ദിസ് ഫോമാറ്റ്. സോ വൺസ് യു ലേൺ ദിസ് ഇൻ യുവർ ബേസിക്സ് ആൻഡ് ഫൗണ്ടേഷൻ, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ at any time if you continue to be in the commerce. നിങ്ങൾ ഭാവിയിലേക്ക് കൊമേഴ്സ് ഫീൽഡിൽ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെയും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ത്രൂ ഔട്ട് അക്കൗണ്ടിങ്ങിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യാൻ പോകുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലെഡ്ജേഴ്സ് ഒക്കെയാണ് ട്രേഡിംഗ് ആൻഡ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ പ്ലീസ് go through in detail all things that we have discussed now. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും തന്നിരിക്കുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് ചെക്ക് ഇൻ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി തിയറി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രം ത്രൂ എക്സാമ്പിൾസ് ഞാൻ പറയാൻ ശ്രമിച്ചതേ ഉള്ളൂ. ബട്ട് ഇൻ ഡീറ്റെയിൽ യു വാണ്ട് ടു ഗോ അഗൈൻ, പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ചെക്ക്. അതിൽ ഏതെങ്കിലും തിയറി മിസ്സായി ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡോണ്ട് വറി, that I have deliberately not added because then it becomes too much of a theory and it becomes difficult for you to remember. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി we will discuss it then, the implications, the theory of it, and then we will start working on problem. അപ്പോൾ ആ ഒരു പോയിന്റ് ഒക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യും. അതായത് പ്രോബ്ലംസ് എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തോളും. So we will not keep anything pending. So don't worry about it. Today I have discussed only those things which I felt are very important and necessary for you to have some time to let the theory or let the concept sink into your mind before we take up the problems. So please go ahead and understand this concept clearly before listening to the next class. So till we meet again, stay safe and happy. Thank you.